എനിക്ക് ഇത് ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നത്തെ പോസ്റ്റ് 2.0 ടോക്ക് സീരീസിലെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്നത്തെ വിഷയം എഫക്റ്റീവ് ആൻഡ് സേഫ് യൂസ് ഓഫ് ഇന്റർനെറ്റ് ആണ്. നമുക്കറിയാം രണ്ടാമത്തെ സെഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യത്തെ സെഷൻ നമ്മൾ സമയബോധത്തെക്കുറിച്ചും സമയത്തിന്റെ യൂട്ടിലൈസേഷനെ കുറിച്ചും ഒക്കെ ആയിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇന്റർനെറ്റിന്റെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗത്തെ കുറിച്ചാണ്, എഫക്റ്റീവ് ആൻഡ് സേഫ് യൂസ്, അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഉപയോഗം കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം, മുമ്പൊക്കെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു സൗകര്യമായിരുന്നു. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഒരു നെസസിറ്റിയാണ്. നിർബന്ധമായും നമ്മുടെ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ പിന്നെ നമ്മുടെ ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ലോകത്തേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പലായനത്തിന്റെ ഒരു സ്പീഡ് വളരെയധികം കൂടിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോ അതിൽ എഫക്റ്റീവായിട്ട് ഇത്തരം ഡിജിറ്റൽ ലോകത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് സുരക്ഷിതരായിരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തതുപോലെ തന്നെ നമുക്ക് സ്പീക്കേഴ്സ് ഉണ്ട്, വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 സ്പീക്കേഴ്സ് ഉണ്ട്. സ്പീക്കേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ശ്രീ രഞ്ജിത്ത് വാര്യർ അദ്ദേഹം പരിചയപ്പെടുത്തും. നമുക്ക് ടോക്കിന് ശേഷം വിവിധ സെക്ഷനുകളായിട്ടാണ് ഈ ടോക്കിനെ നമ്മൾ തിരിച്ചിട്ടുള്ളത്. അപ്പോ ഓരോ സെക്ഷന്റെയും വളരെ പ്രധാനപ്പെട്ടുള്ള ചില പോയിന്റുകളെ സംബന്ധിച്ച് സ്പീക്കേഴ്സ് സംസാരിക്കും. അവസാനത്തേക്ക് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. ചില ചോദ്യങ്ങൾ ചില ആളുകൾ ഓൾറെഡി നേരത്തെ നമുക്ക് അറിയിച്ച് ഈ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത്തരം ആളുകളെ ആദ്യം നമ്മൾ ചോദിക്കുന്നതിനായിട്ട് വിളിക്കും. പിന്നീട് സമയത്തിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോ ഈ പിന്നെ സ്പീക്കേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ബാക്കി അവരെ വെൽക്കം ചെയ്യാനുമായിട്ട് ശ്രീ രഞ്ജിത്ത് വാര്യർ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള സൂമിലായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഫേസ്ബുക്ക് ലൈവില് ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ഫേസ്ബുക്ക് ലൈവിൽ പരമാവധി ആളുകൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ സൂമില് നമുക്കൊരു 100 പേരോളം ആയിരിക്കും നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. ബാക്കി എല്ലാവർക്കും ഫേസ്ബുക്കിൽ കാണാവുന്നതാണ്. ഫേസ്ബുക്ക് ലൈവില് മിഷൻ ബെറ്റർ ടുമോറോന്റെ ഫേസ്ബുക്ക് ലൈവില് കാണാവുന്നതാണ്. അപ്പൊ സ്പീക്കേഴ്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിനും വെൽക്കം ചെയ്യുന്നതിനും വേണ്ടി ശ്രീ രഞ്ജിത്ത് വാര്യർ അദ്ദേഹത്തെ ക്ഷണിക്കും. താങ്ക് യു സേഫ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു സെക്കൻഡ് എഡിഷൻ അല്ലെങ്കിൽ പോസ്റ്റിന്റെ സെക്കൻഡ് എഡിഷന്റെ ഒരു സെക്കൻഡ് എപ്പിസോഡ് എന്ന് വിളിക്കാവുന്ന വളരെ വളരെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, എഫക്റ്റീവ് ആൻഡ് സേഫ് യൂസ് ഓഫ് ഇന്റർനെറ്റിനെ പറ്റി സംസാരിക്കാൻ നമുക്ക് വളരെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പക്ഷെ വളരെ എക്സ്പീരിയൻസ്ഡും നോളജബിളും ആയിട്ടുള്ള 3 അതിഥികളാണ് നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഡോക്ടർ അച്യുത് ശങ്കർ എസ്. അദ്ദേഹം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, ഗൂഗിളിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ എക്സ്പീരിയൻസും അദ്ദേഹം ഹി ഈസ് ദി ഓണറബിൾ ഡയറക്ടർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള യൂണിവേഴ്സിറ്റിയുടെ പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. വളരെ വളരെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ സ്പീച്ചസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ 1-2 ഞാൻ യൂട്യൂബിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ റിലവൻസ് ഉള്ളതും വളരെ ഡെപ്ത് ഉള്ള കാര്യങ്ങളുമാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നതും. വളരെ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അതിഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. with warm welcome on behalf of all of us at എന്താ പറയാ MBT അല്ലെങ്കിൽ ഞങ്ങളുടെ നന്മ ഫൗണ്ടേഷൻ MBT വിജയൻ സാറിന്റെ കെയർ ഓഫിലാണെങ്കിലും ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഡോക്ടർ അച്യുത് ശങ്കർ എസിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയംഗമായ warm welcome sir. Thank you so much for joining with us. സ്പീക്കർ നമ്പർ 2 അല്ലെങ്കിൽ പാനലിസ്റ്റ് നമ്പർ 2 എന്ന് പറയുന്നത് ശ്രീ സുധീർ മോഹൻ ആണ്. അദ്ദേഹം ഒരു ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹം ഹീസ് ഗോട്ട് ഇമ്മൻസ് എക്സ്പീരിയൻസ്. വിപ്രോയിൽ വളരെ സീനിയർ പൊസിഷനിൽ ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്റർനാഷണലിയും ഗ്ലോബലിയും നാഷണലിയും ഒക്കെ അദ്ദേഹത്തിന് കണ്ടമാനം എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിലും സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യത്തിലൊക്കെ. അദ്ദേഹം കോ ഓണർ ഓഫ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ്സ് അറ്റ് വിപ്രോയും കൂടെയാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ആളാണ്. ശ്രീ ശശി തരൂരിനെ പോലെയുള്ളവരൊക്കെ ആയിട്ട് വളരെ റെഗുലർ ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ഫോറമിലൊക്കെ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട്
പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ശ്രീ സുധീർ മോഹന് എല്ലാവിധ നന്ദിയും അതേ സമയത്ത് സ്വാഗതവും ഞാൻ ഈ വേദിയിൽ ആശംസിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ സ്പീക്കർ നമുക്ക് വന്നിരിക്കുന്ന ഡോക്ടർ കുമാർ എസ് എന്ന് പറയുന്ന അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഹി ഈസ് എ മെന്റൽ സെന്റർ ട്രിവാൻഡ്രത്തിലെ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്, ചീഫ് സൈക്കാട്രിസ്റ്റ് ആണ്. ഹീസ് ഗോട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. നമ്മുടെ നന്മയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ മിഷൻ ബെറ്റർ ടുമോറോയിൽ പോയിരുന്നപ്പോൾ ഈ ഡോക്ടർ കിരൺ കുമാറിന്റെ പേര് വളരെ യുനാനിമസ് ആയിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്തിരുന്ന ഒരു പേരാണ്. നമുക്ക് ഇന്നത്തെ ടോപ്പിക് പ്രത്യേകിച്ച് റിലവൻസി നോക്കുമ്പോൾ അദ്ദേഹത്തിനും മിഷൻ ബെറ്റർ ടുമോറോന്റെ പേരിലും ഇന്നിവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഹൃദംഗമായ സ്വാഗതവും നന്ദിയും എന്ന് ഞാനിപ്പോൾ വേദിയിൽ അറിയിക്കുന്നു. വൺസ് അഗൈൻ എല്ലാവർക്കും താങ്ക് യു. ലുക്ക് ഫോർവേഡ് ടു എ ഗ്രേറ്റ് സെഷൻ ബൈ 3 of them. ബാക്ക് ടു സേഫ്. താങ്ക് യു സേഫ്. ഓക്കെ, നമുക്ക് ആദ്യം ഈ വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട വിജയൻ സാറാണ്. അപ്പൊ വിജയൻ സാറിനെ ഈ വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിജയൻ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. Okay, I'm sorry. Very good evening to all of you. Good evening, sir. Very good evening to all of you. Yeah, Dr. Achyut Shankar, Dr. Kiran, Mr. Sudhir Mohan, and dear friends. വളരെ റിലവൻ്റ് ആയിരിക്കുന്ന ഒരു വിഷയത്തെയാണ് പ്രാവശ്യം മിഷൻ ബെറ്റർ ടുമോറോ എടുത്തിരിക്കുന്നത്. I congratulate the entire team, that is MBT, for taking up this such a very important topic for today's discussion. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരിക്കുന്ന സമയത്തെ പോലെ തന്നെ സമയവും ഇന്റർനെറ്റും തമ്മിൽ തന്നെ ഒരുപക്ഷെ ഒരുപോലെ കണക്കാക്കാവും. ഇന്ന് ഒരു നല്ലൊരു പക്ഷം ആളുകൾക്കും ഓക്സിജനെ അതേപോലെ തന്നെ കൂടെ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നല്ല കണക്ടിവിറ്റി എന്ന് പറയുന്നത്. നല്ലൊരു കണക്ടിവിറ്റി ഇല്ലാത്തവൻ വലിയ ഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുന്ന, ഒരുപക്ഷെ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്ന രീതിയിൽ പോകുന്നു. അതൊരു പക്ഷെ വരും കാലങ്ങളിലേക്ക് വളരെ കൂടാനുള്ള സാധ്യത. ഇവിടെ ഈ ടൈമും ഇന്റർനെറ്റും തമ്മിൽ ഞാൻ പറഞ്ഞത്, ടൈമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ടൈം ഈസ് ആക്ച്വലി ഫോർ സം പീപ്പിൾ ഇറ്റ് ഈസ് മണി, സം പീപ്പിൾ ഇറ്റ് ഈസ് ഫോർ ഹാപ്പിനെസ്, some people it is actually for the it's everything, it is time. Net അതുപോലെ തന്നെയാണ്. നെറ്റ് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ ബിഗ് മണി. ഇറ്റ് ഈസ് ദിസ് ഇസ് യൂസ് ഓഫ് ഇൻഫർമേഷൻ, ഇറ്റ്സ് an effective communication tool. അതുപോലെ തന്നെ ആ ഒരു രീതിയിലേക്ക് പോകുന്നതാണ്. നമ്മളെ സിസ്കോ പോലെയുള്ള ടെക്നോ ജയൻസ് പറയുന്നത്, അവരുടെ ഒരു റഫ് ഇവാലുവേഷൻ ഓഫ് ഇന്റർനെറ്റ് പറയുന്നത് അറൌണ്ട് $14 trillion ആണ് ഇന്റർനെറ്റിന്റെ വാല്യൂ. ആർക്കും എക്സാക്ട്ലി വാല്യൂ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഇന്റർനെറ്റ്. പക്ഷെ ഇത്രയും ഇവിടെ തന്നെ ഒരു സമൂഹം തന്നെ ഒരു പക്ഷെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഡിജിറ്റലി കേപ്പബിൾ, ഡിജിറ്റലി എംപവേർഡ് ആയിരിക്കുന്ന ആളുകളും ഡിജിറ്റലി നോൺ എംപവേർഡ് ആയിരിക്കുന്ന രണ്ടു കൂട്ടരായിരിക്കും ഒരു 21st centuryയിൽ ഒരു പക്ഷേ നിൽക്കാൻ പോകുന്നു. ഡിജിറ്റലി എംപവേർഡ് ആൻഡ് ഡിജിറ്റലി കേപ്പബിൾ ആയിരിക്കുന്ന ഒരു ടീം. ഡിജിറ്റലി എംപവേർഡ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ലിറ്ററസിയുടെ അബോവ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അതിന്റെ ഒരു ഇഫക്റ്റീവ് അപ്ലിക്കേഷൻ കഴിയുന്ന ഒരു സമൂഹവും ആ അപ്ലിക്കേഷൻ സാധ്യമല്ലാത്ത ഒരു സമൂഹവും, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ളത് ദാറ്റ് വിൽ മേക്സ് നേരത്തെ ഉണ്ടായിരുന്ന കാസ്റ്റ് ഡിവൈഡ് പോലെയോ റിച്ച് ആൻഡ് പുവർ ഡിവൈഡ് പോലെയോ ഒക്കെ അതിനേക്കാൾ വൈഡറായി പോകാനുള്ള ഒരു സാധ്യത. ഇതിനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട്, വളരെ നന്നായി യൂസ് ചെയ്തിട്ട് വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ നമ്മളെല്ലാവരും വളരെ അത്ഭുതത്തോട് നോക്കി നിൽക്കുന്ന ഒരു കൊച്ചു പയ്യനുണ്ടല്ലോ, 8 വയസ്സുകാരനായിരിക്കുന്ന റിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ടോയ്സ് റിവ്യൂ യൂട്യൂബ് ചാനലിൽ, ടോയ്സ് റിവ്യൂസിന്റെ യൂട്യൂബ് ചാനലിൽ കൊച്ചു പയ്യൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവന്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഇറ്റ്സ് അറൌണ്ട് $22 million ആണ്. $22 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുട്ടികൾക്കായിട്ട് പറയാണ്, ഏകദേശം 167-168 കോടി രൂപയാണ് ഈ കൊച്ചു കുട്ടി ഒരു വർഷത്തെ ആനുവൽ ടേൺ ഓവർ യൂട്യൂബിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്.
നമ്മളിവിടുത്തെ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നമ്മളറിയാം കൊച്ചുരാമായണം പോലെയുള്ള വളരെ നല്ല സിനിമകൾ രചിച്ചിരിക്കുന്ന ഒരു വളരെ യുവാവായിരിക്കുന്ന ഒരു ഫിലിം ഡയറക്ടർ. ഒരു 25 വയസ്സാകുമ്പം ഒരു എഞ്ചിനീയർ ആയിരിക്കും. അദ്ദേഹം ഇൻഫോസിസ് പോവുകയും ഇൻഫോസിസിൽ വെച്ചിട്ട് ഇതല്ല തന്റെ മേഖല എന്ന് മനസ്സിലാക്കിയിട്ട് സിനിമ ഡയറക്ഷന് പോകാൻ ശ്രമിക്കുകയും, സിനിമ ഡയറക്ഷനിൽ എനിക്ക് കാര്യമായിരിക്കുന്ന ആരും വലിയൊരു പരിചയക്കാരില്ല എന്നുള്ളതുകൊണ്ട് യൂട്യൂബിനെ ഗുരുവായി സ്വീകരിച്ച് യൂട്യൂബ് ട്യൂട്ടോറിയലിലൂടെ സിനിമ എടുക്കുകയും ഇന്ന് വളരെ പ്രമുഖനായിരിക്കുന്ന ഒരു ഫിലിം ഡയറക്ടറായി മാറിയിരിക്കുകയും ചെയ്തു. ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി. എൻ്റെ മകൻ വിഘ്നേഷ്, അവന് 10th സ്റ്റാൻഡേർഡിന്റെ സമയത്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു പോയെന്ന് അറിയില്ല. അങ്ങനെ അവന് ഏകദേശം 104 kg വരെ വെയിറ്റ് കൂടി. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ദിവസം ഞാൻ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ വരെ എത്താനാണ് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പബ്ലിക്കലി പറഞ്ഞത് അവൻ മോശമായി പോയി നമുക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ജിമ്മിൽ വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഈ ഡിസൈഡഡ് ദാറ്റ് എക്സ്ട്രാ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം. അതിനു വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് പോയിരിക്കുന്നത് ഇന്റർനെറ്റ് വേൾഡ്. ഇന്ന് ഏകദേശം ഒരു 5-6 മാസം കൊണ്ട് ഹി ഹിംസെൽഫ് ഡിസൈഡഡ് ഡയറ്റ്, ഒരു എക്സസൈസ് പ്ലാൻ, ഇതെല്ലാം കൂടി അറൗണ്ട് 67-68 കിലോ ആയിട്ട് അവന് കുറയ്ക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇന്ന് ഈ ഒരുപക്ഷെ ഈ ലോക്ക്ഡൌൺ പീരീഡ് പല ആളുകളുടെയും ജീവിതം വളരെ ബുദ്ധിമുട്ടായി പോയതിന് ഒരു പക്ഷേ ഈ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു അത്ഭുതം ഇല്ലായിരുന്നല്ലോ. കാരണം മനുഷ്യർ ഇതുവരെ അഭിമുഖീകരിക്കാത്ത ഒരു ഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. ലോക്ക്ഡൌൺ എന്ന് പറയുന്ന സമയത്ത് ആ ലോക്ക്ഡൌൺ ബേസിക്കലി അത് ഒരു വലിയ പ്രയാസങ്ങളിലേക്ക് നയിക്കാതെ ഒരു പരിധിയെങ്കിലും പോയിട്ടുണ്ടാകുക നമ്മളെ ഈ ഇന്റർനെറ്റിന്റെയും ഡിജിറ്റൽ വേൾഡ്. പിന്നെ ഒരുപക്ഷെ ഒരു പരിധി വരെയെങ്കിലും കുട്ടികളുടെ പഠനത്തെ നെറ്റിന്റെ കണക്ടിവിറ്റിയും അതിനാവശ്യമായിരിക്കുന്ന ഗാഡ്ജറ്റ്സും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഒരു പരിധി വരെയെങ്കിലും അതിന്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ പോയിരിക്കുന്നത് ഈ ഓൺലൈൻ സംവിധാനം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ 10-20 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു ലോക്ക്ഡൌൺ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. പലരുടെയും ലോക്ക്ഡൌൺ ആയിരിക്കുമ്പോൾ കണ്ടെയ്ൻമെന്റിൽ സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലോക്ക്ഡൌൺ ആണ്. ഒരുപക്ഷെ ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഈ കോവിഡിന്റെ ട്രേസിങ്ങിന് വേണ്ടിയിട്ട് ഇഫക്റ്റീവായിട്ട് മെഡിക്കൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നതും ഇൻഫർമേഷൻ ടെക്നോളജി ബേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അനന്തമായിരിക്കുന്ന സാധ്യതകളുടെ ഒരു ലോകമാണ് ശരിക്ക് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ്സുകാരനായിരുന്നാലും മറ്റേതെങ്കിലും പ്രൊഫഷണൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവന്റെ ഇഫക്റ്റീവ്നെസ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം, അതിന് നോക്കുന്നവരെ സംബന്ധിച്ചോളം പണമായിരിക്കും. ഇന്ന് ലോകത്തിലെ എല്ലാ റിച്ചസ്റ്റ് പേഴ്സണും റിച്ചസ്റ്റ് കമ്പനീസ് എടുത്ത് നോക്കിയാൽ അത് ഗൂഗിൾ ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും അതുപോലെ തന്നെ ആമസോൺ ആയിരുന്നാലും അലിബാബ ആയിരുന്നാലും ഇതെല്ലാം തന്നെ ആപ്പിൾ ആയിരുന്നാലും ഇതെല്ലാം നോക്കിയിരിക്കുകയാണെങ്കിൽ അതിലെല്ലാം അടിസ്ഥാനം പറഞ്ഞാൽ ഇന്റർനെറ്റ് ബേസ് ചെയ്തിരിക്കുന്ന ബിസിനസ്സാണ് അത് ഉണ്ടാകുന്നത്. ഒരു കാലഘട്ടത്തിൽ ജനറൽ മോട്ടോഴ്സ് പോലെയുള്ള കമ്പനികളോ അങ്ങനെയുള്ള കമ്പനികളായിരുന്നു നമ്മുടെ ലോകം നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് ഇന്റർനെറ്റ് ജയൻസ് ആണ് ലോകത്തിന്റെ ഇക്കണോമി നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം വലിയ ഒരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റും ഈ ഇന്റർനെറ്റ് കൊണ്ട് ക്രിയേറ്റ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും രീതിയിൽ സംസാരിക്കണമെങ്കിൽ അന്യദേശത്തോ അന്യപ്രദേശത്തോ ഉണ്ടായിരുന്ന ആളുകളെ സംസാരിക്കണമെങ്കിൽ ട്രങ്ക് കോളും വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ആരും മറന്നിട്ടുണ്ടാവില്ല. ഒരു നല്ലൊരു ശതമാനം 21st സെഞ്ചുറിക്ക് മുമ്പ് ജനിച്ചിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഒരു നിത്യസംഭവമായിരുന്നു. ഇന്ന് നമ്മൾ അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ഏത് ഭാഗത്ത് സംസാരിക്കണമെങ്കിലും ഒരു വാട്സാപ്പ് കോളിലൂടെ ഒരു നയാ പൈസ ചെലവില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മൾ പേരക്കുട്ടികളെ കാണണമെങ്കിലോ അടുത്ത ബന്ധുക്കളെ കാണുകയോ വീട്ടിൽ എന്താണ് പാചകം ചെയ്യുന്നത് കണ്ടുകൊണ്ടോ എന്താണ് കഴിക്കുന്നത് കണ്ടുകൊണ്ടോ ഒക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്റർനെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഉണ്ടായിട്ട് അതുപോലെ തന്നെയാണ് ഈ എന്റർടൈൻമെന്റിന് എനോർമസ് എമൗണ്ട് ഓഫ് വോള്യൂം. ഓരോ ദിവസവും മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വീഡിയോസ് ആണ് ഇന്റർനെറ്റിലേക്ക് ഈ സൈബർ സ്പേസിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഫർമേഷന്റെ കാര്യത്തിലായിരുന്നാലും എന്റർടൈൻമെന്റിന്റെ കാര്യത്തിലായിരുന്നാലും കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷന്റെ കേസിൽ തന്നെ നമ്മളിപ്പോ എന്തിനെ കുറിച്ചിട്ടും ഏതിനെ കുറിച്ചിട്ടും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷത്തെ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് വലിയ വഴിപാടുകളൊക്കെ നടത്തിയിട്ടായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഭാരത പുരാണ കഥകളിലൊക്കെ പറയുന്ന അക്ഷയപാത്രമൊക്കെ
ഇന്ന് ഗൂഗിൾ ദൈവത്തിനോട് ചോദിച്ചാൽ കിട്ടുന്ന അവസ്ഥയുണ്ട്. എല്ലാവരും തന്നെ ഗൂഗിൾ ഗുരുവിനോടോ അല്ലെങ്കിൽ ഗൂഗിൾ ദൈവത്തോടോ എന്താണ് വേണ്ടതെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തും കിട്ടുന്ന ഒരവസ്ഥ നമുക്ക് കിട്ടും. ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിരിക്കുന്നു. ഏതൊരെണ്ണത്തിന്റെയും അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് തെറ്റായിരിക്കുന്ന റിസൾട്ടും തരുമെന്നുള്ളത് നമുക്കറിയാം. ഏതൊരെണ്ണമായിരുന്നു, അത് ഇലക്ട്രിസിറ്റി ആയിരുന്നാലും ശരി, ഒരു നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നാലും ശരി, ഏതും ശരിയായ രീതിയിലല്ല ഉപയോഗിച്ചെങ്കിൽ നെഗറ്റീവ് റിസൾട്ടും നമുക്ക് കിട്ടും. നമുക്കറിയാം ഒരുപാട് കേസുകൾ, വളരെ രസകരം തമാശയായി തോന്നുന്ന കേസുണ്ട്. ഒരു പ്രാവശ്യം ഡൽഹിയിലെ രാം മനോഹർ ലോഹിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന 2 ബ്രദേഴ്സിന്റെ കഥകൾ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഈ ഗെയിം അഡിക്റ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് അവിടെ അതിൽ അഡിക്റ്റഡ് ആയി നിന്നിട്ട് അതിൽ തന്നെ യൂറിനേറ്റ് ചെയ്യും, അതിൽ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തുകൊണ്ട് അറിയാതെ പോയിരിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1-2 പ്രാവശ്യം അവർ വീടുകളിൽ വിൻഡോസ് ഒക്കെ ബ്രേക്ക് ഓപ്പൺ ആക്കിയിട്ട് ആളുകൾ അകത്ത് കയറിയിട്ട് അതുപോലും അറിയാതെ പോയിരിക്കുന്ന കഥ. നമ്മൾക്കറിയാം, ഒരു തിരുവനന്തപുരത്തെ ഒരു പയ്യൻ ആ വീടിന്റെ അകത്തിരുന്ന് ഗെയിം കാണുകയും അതോടൊപ്പം നെറ്റിലൂടെ ചില പിശാചുക്കളുടെ ലോകത്ത് അല്ല ചില ബ്ലാക്ക് മാജിക്കിന്റെ ലോകത്തൊക്കെ പോയി സ്വന്തം മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള 4 പേരെ ഒന്നൊടുക്കിയ കഥയും നമുക്കറിയാം. അതായത് പണത്തെ ഉപാസിക്കുന്നവൻ ഇന്റർനെറ്റിലൂടെ പണം ഉണ്ടാക്കുവാനും അറിവിനെ ഉപാസിക്കുന്നവൻ അറിവുണ്ടാക്കുവാനും നോളജിന്റെ ബേസിലേക്ക് പോകുന്നവൻ, അതുപോലെ തന്നെ നമ്മൾ എന്റർടൈൻമെന്റിന്റെ ലോകത്തേക്ക് പോകുന്നവൻ എന്റർടൈൻമെന്റിനും, മറുവശത്ത് മരണത്തെ അല്ലെങ്കിൽ നാശത്തിനെ ഉപാസിക്കുകയാണെങ്കിൽ നാശവും കിട്ടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ട, വളരെ ഇഫക്റ്റീവായിട്ടും വളരെ സേഫ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വരമാണ് ഇന്റർനെറ്റ് എന്നുള്ളൊരു സംശയമില്ല. ഇവിടെ പലപ്പോഴും നമ്മൾ ഇപ്പം തന്നെ ഞാൻ ആലോചിക്കാറുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചിട്ട്. ഓൺലൈൻ ക്ലാസ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം മോർ ഡെമോക്രാറ്റൈസ് ചെയ്യുന്നതിനും, മോർ യൂണിവേഴ്സൽ ആക്കുന്നതിനും, മോർ അക്സസിബിൾ ആക്കുന്നതിനും, അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്വയം പഠിക്കുന്നതിനുള്ള സാധ്യത കൊടുക്കുകയും ഒരു ഇൻഡിവിജ്വൽ സ്റ്റുഡന്റ് സെന്റേഡ് ആയിരിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തിരിക്കുന്നതും ഓൺലൈൻ യൂസ് ചെയ്തിരിക്കുന്ന വിദ്യാഭ്യാസം വളരെ സഹായകരമാണ്. ഒരു സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു സെൽഫായിരിക്കുന്ന ഒരു തന്നെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിനും കൂടുതൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇൻഫർമേഷൻ അറിയുന്നതിനും നമുക്ക് പറ്റുന്നു. ക്ലാരിറ്റിയോടെന്ന് പറയുന്നത്, നേരത്തെ നമ്മളെ ക്ലാസ് റൂമിലെ ടീച്ചർ ഒരു പൈത്തഗോറസ് സിദ്ധാന്തം നമ്മളെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഒരു പക്ഷെ പിന്നെ നമുക്ക് ക്ലാസ് റൂം ടീച്ചറുടെ സ്റ്റാഫ് റൂമിൽ പോയി ചോദിക്കാനൊക്കെ മടിയുണ്ടാവുന്ന ഘട്ടത്തിൽ ഇന്ന് അതല്ല, നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വന്നിട്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു അനവധി വീഡിയോസ് നമുക്ക് ഇതിനെ കുറിച്ച് കാണാൻ പറ്റും. ആ വീഡിയോസിൽ ഏതാണോ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്കുള്ള വീഡിയോ എന്ന് വെച്ചാൽ അതിൽ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അറിവുകൾ നൽകുന്നു. ഇങ്ങനെ ഒരു സാധ്യതയും കൂടി ഈ സാധ്യത നമുക്ക് വിദ്യാഭ്യാസം നമ്മുടെ അറിവിനെ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് പറ്റും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതോടൊപ്പം തന്നെ ഈ ഇന്റർനെറ്റിന്റെ വേറൊരു വലിയ ദുരന്തം എന്ന് പറഞ്ഞത് കുട്ടികൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇതിൽ കൊണ്ടുവന്ന റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ആണ്. റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ പലപ്പോഴും കുട്ടികൾ വഴിതെറ്റി പോകുന്നത്, പലപ്പോഴും കൺഫ്യൂഷനിലേക്ക് നയിക്കുന്നത് ചില ഫേക്ക് ന്യൂസുകളും അതുപോലെ തന്നെ ചില രീതിയിലുള്ള തെറ്റായിരിക്കുന്ന മിസ്ഇൻഫർമേഷനും ഒക്കെ ഇതിന്റെ വേദിയിലുണ്ട്. ഇതെല്ലാം കൂടി ഇതെല്ലാം ഒരുപക്ഷെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് കൂടുതലായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് ഞാൻ പോലീസ് ഓഫീസർ എന്നുള്ളവർക്ക് പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതിന്റെ വേൾഡിലെ ക്രൈമിനെ കുറിച്ചിട്ടാണ്. സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്ന ഈ മറ്റ് പുറത്തു നടക്കുന്നത് പോലെയുള്ള ആളുകളെ അതിന്റെ ബുള്ളിയിങ് ചെയ്യുന്നത്, പല രീതിയിലുള്ള ത്രെട്ടനിങ് നടത്തി ഡിഫമേഷൻ ഒക്കെ പറഞ്ഞ് ബുള്ളിയിങ് ചെയ്യുന്നത്, സൈബർ ഗ്രൂമിങ്, ഓൺലൈൻ ഗ്രൂമിങ് നടത്തുന്നത്, ഓൺലൈനിലുള്ള ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്ന ചില നമ്മുടെ ഇപ്പം ഈ ഫൈനൽ ഫാന്റസീസ് എന്നൊക്കെ പറയുന്ന ചില ഗെയിമുകൾ കുട്ടികൾ 4-5 ദിവസം പുറത്തിറങ്ങാത്ത രീതിയിൽ അഡിക്റ്റഡ് ആയിട്ട് അതിന് നിൽക്കുന്നത് രക്ഷിതാക്കളുടെ ഒരു വലിയ കൺസേൺ ആയി മാറിയിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള വീടുകളിലുള്ളവരുമായിട്ട് യാതൊരു ഇന്ററാക്ഷനും ഇല്ലാതെ, വീട്ടിന്റെ അകത്ത് ഒരു ഗസ്റ്റ് വന്നാലോ ഒന്നും അറിയ പോലും ചെയ്യാതെ അതിൽ അഡിക്റ്റഡ് ആയിട്ട് ദിവസങ്ങളോളം കടന്നു പോകുന്ന രീതിയിൽ അഡിക്ഷനിലേക്ക് പോകുന്നു. ഇതെല്ലാം തന്നെ വളരെ അൺഹെൽത്തി ആയിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകും. അതുപോലെ ചില ആളുകൾ പണം നഷ്ടപ്പെടുന്നുണ്ട്. സൈബർ ഗാംബ്ലിങ്ങിലൊക്കെ ഇടപെട്ടിട്ടുള്ള ഓൺലൈൻ ഗാംബ്ലിങ്ങിലൊക്കെ പണം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള, അപ്പൊ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഭാഗത്ത് അനന്തമായ സാധ്യതകളും അപാരമായിരിക്കുന്ന സാധ്യതകളും, മറുവശത്ത് ഒരുപക്ഷെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അനന്തമായിരിക്കുന്ന അപാരമായിരിക്കുന്ന പ്രയാസങ്ങളിലേക്കും കടത്തിവിടുന്നതാണ് ഈ ഇന്റർനെറ്റിന്റെയും സൈബറിന്റെയും വേൾഡ്. ഇതിനെ നമ്മൾ എങ്ങനെ ഏറ്റവും നന്നാക്കി ഉപയോഗിക്കാം, ഏറ്റവും നല്ല രീതിയിൽ ഒരാളുടെ വ്യക്തി വികാസത്തിനും
ആ വ്യക്തി വികാസത്തിലൂടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വെൽബീയിങ്ങിനും സന്തോഷത്തിനും ഉപയോഗിക്കുക ഈ ഒരു ടോക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വി ഹാവ് വെരി എമിനന്റ് സ്പീക്കർ. നിങ്ങളുടെ കൂടുതൽ എൻലൈറ്റൻ ചെയ്യുന്നതിനും നിങ്ങളുടെ സംശയം ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ സ്പീക്കേഴ്സിന് വെൽക്കം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. അടുത്ത നമ്മുടെ സ്പീക്കേഴ്സ് എന്നുള്ള ഇന്ററാക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട അച്യുത് ശങ്കർ സാറിനെ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ എൻ്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വളരെ ചുരുക്കി ഈ വിഷയത്തിന് തുടക്കം കുറിക്കാം. നമ്മുടെ രക്ഷകർത്താക്കളും കുട്ടികളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്തും എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം, ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ടാണ് അതിൽ പ്രവേശിക്കുകയും അത് അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ കുട്ടികളോട് ഞാൻ പറയുന്നത് കേൾക്കാമോ? സേഫ്? കേൾക്കാം സർ, കേൾക്കാം. ശരി. നമ്മുടെ കുട്ടികളുടെ പറഞ്ഞു കൊടുക്കും, നമ്മള് ഓൺലൈൻ എന്ന് പറഞ്ഞാല് നമ്മൾ പുറത്തോട്ട് പോകുന്ന പോലെ. നമ്മളിപ്പം കുട്ടികള് വീട്ടിൽ നിൽക്കുമ്പോഴ് അവര് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ അവര് വേറെ വസ്ത്രം ധരിക്കുന്നു. സാധാരണ വീട്ടിൽ ഇടുന്ന വസ്ത്രം ധരിച്ച് നമ്മൾ ആരും പുറത്തിറങ്ങാറില്ല. വീട്ടിൽ സംസാരിക്കുന്ന പോലെ നമ്മൾ ആരും പുറത്ത് സംസാരിക്കും. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും കൂടെ സംസാരിക്കുമ്പോൾ അതിൽ കാണുന്ന സ്നേഹം നിറഞ്ഞ, എന്നാൽ അതേസമയം ഔപചാരികത ഇല്ലാത്ത സംസാരമല്ല നമ്മൾ പുറത്ത് സംസാരിക്കുന്നത്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരാളെ കണ്ടാൽ സംസാരിക്കുന്നത് നമ്മൾ അച്ഛനോടും സംസാരിക്കുന്ന ഭാഷയിലല്ല, നമ്മുടെ ശരീരഭാഷ അങ്ങനെയല്ല, നമ്മുടെ വസ്ത്രധാരണം അങ്ങനെയല്ല. അപ്പോ പുറത്തു പോകുമ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു അതേ ഗൗരവം ഓൺലൈനിലാകുമ്പോൾ നമ്മൾ സ്വീകരിക്കണമെന്നാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു മാനസികാവസ്ഥയിൽ തന്നെ ഒരു റീബൂട്ടിങ് നമുക്ക് കുട്ടിക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അത്തരത്തിലൊരു സമീപനം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. മറ്റുള്ളവർ ചെയ്യുന്നതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് അതിൽ രണ്ടിലും നമ്മൾ കാണിക്കേണ്ടത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ഊണുമേശയ്ക്ക് അടുത്തിരുന്നു കൊണ്ട് അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം കൂടെ സംസാരിക്കുന്നു. നോക്കൂ, അവിടെ സംസാരിക്കുന്നിടത്ത് നമുക്ക് യാതൊരുവിധ പരിമിതി ഇല്ലാതെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ രാഷ്ട്രീയം പറഞ്ഞെന്ന് വരും, ചിലപ്പോൾ കുറച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് വരും, ഏതെങ്കിലും ഒരു വ്യക്തിയെ വിമർശിച്ചു എന്ന് വരും. പക്ഷെ നമ്മൾ ഒരിക്കലും ആ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വഴിയിലിറങ്ങി നിന്ന് സംസാരിക്കാറില്ല. ചിലപ്പോൾ സംസാരിച്ചാൽ വളരെ അപകടകരമാവുകയും ചെയ്യും നമ്മൾ ആ സംസാരിക്കുന്ന കാര്യം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഓൺലൈനിലോട്ട് പോകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങിയതുപോലെ കരുതണം. അപ്പൊ നമ്മളെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ ഇപ്പൊ റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഫേസ്ബുക്കിൽ പോയിട്ട് നമ്മൾ വീട്ടിനകത്ത് സംസാരിക്കുന്ന പോലെ ലാഘവത്തോടു കൂടി ഒരു അഭിപ്രായ പ്രകടനം ഫേസ്ബുക്കിൽ നടത്തിയാൽ അത് സമൂഹത്തിൽ ഒരുപാട് അന്തഛിദ്രം ഉണ്ടാക്കിയേക്കാം. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും. അപ്പൊ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും ഒക്കെയുള്ള, സാമുദായികമായിട്ടും ഒക്കെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ നടത്താറില്ല. നമ്മൾ വീട്ടിനകത്തിരുന്ന് ചിലപ്പോൾ ഒരു ലാഘവത്തോടെ കുടുംബ ബന്ധത്തിനകത്ത് അതിനകത്തുള്ള സ്വാതന്ത്ര്യം വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മളാരും ഒരിക്കലും റോഡിൽ പോയോ അല്ലെങ്കിൽ ഒരു പൊതുവേദി ചെന്നോ അന്തഛിദ്രം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാറില്ല. അപ്പൊ പുറത്താണ് നിൽക്കുന്നത് എന്നുള്ള ബോധം എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുകയും നമ്മൾ സംസാരിക്കുന്ന ഫേസ്ബുക്കിൽ ഇടുന്ന ഓരോ വരിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന നമ്മൾ നടത്തുന്ന ഓരോ പരാമർശവും സമൂഹത്തില് അന്തഛിദ്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിലേക്ക് പതുക്കെയാണ് നമ്മൾ വീഴുന്നത്. നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നു. ആ രൂക്ഷമായിട്ട് പ്രതികരിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു. ആദ്യം കുറച്ച് മയത്തിൽ പ്രതികരിക്കുന്നു. പക്ഷെ നമ്മുടെ ഒരുപാട് പേര് വന്ന് ആക്രമിക്കുമ്പോൾ, സാറ് നേരത്തെ ഇവിടെ ഒരു
വിജയൻ സാർ ഒരു പരാമർശം നടത്തി, അത് സൈബർ ബുള്ളിങ്. നമ്മളോട് ഒരുപാട് പേര് വന്ന് നമ്മളെ ആക്രമിക്കുമ്പോൾ നമുക്കൊരു കാര്യം സംഭവിക്കും. നമ്മൾ പതുക്കെ അതുപോലെയുള്ള പദപ്രയോഗങ്ങളും അതേ തരത്തിലുള്ള സാംസ്കാരികമില്ലായ്മയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ആ ഉണ്ടാകുന്നതോടുകൂടി നമ്മൾ അവരുടെ തലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. നമ്മൾ കറകളഞ്ഞ, എന്തും പറയാൻ മടിയില്ലാത്ത, എന്ത് നഗ്നമായിട്ടുള്ള സത്യങ്ങളും വിളിച്ചു പറയാൻ ഒക്കുന്ന, നമ്മൾ സാറിന് ചിലർ കരുതും സത്യം പറയുന്നത് വളരെ നല്ലതാണ്. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന സത്യങ്ങൾ മാത്രമേ വിളിച്ചു പറയാൻ പാടുള്ളൂ. അതല്ലാതെ പറയുന്നത് സമൂഹത്തിന്റെ നേതാക്കളായിട്ടുള്ളവർക്ക് പറയാൻ സാധിക്കും. പക്ഷെ സാധാരണ മനുഷ്യർ ചെന്ന് സത്യമാണ് എന്ന് പറഞ്ഞ് എല്ലാ കാര്യവും വിളിച്ചു പറയാനുണ്ട്. അപ്പൊ ആ സാമൂഹിക മാധ്യമത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദ, അത് മറ്റൊരു വ്യക്തി വളരെ മോശമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് അതേ തരത്തിൽ പ്രതികരിക്കാതിരിക്കാൻ ആദ്യമേ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളൊരു പടുകുഴിയിലേക്ക് വീഴും. ഈ നമ്മുടെ നാട്ടിൽ പറയും സാധാരണ, ദേഹത്ത് മുഴുവൻ ചെളി വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മടിയുമില്ല ആരെയും ചെളിവാരി എറിയാനോ വീണ്ടും നമ്മളെ ആരെങ്കിലും എറിയുമെന്ന ഭയമോ നമുക്കില്ല. അങ്ങനെ ആകാൻ പാടില്ല. കുട്ടികൾ ശ്രദ്ധിക്കണം, എവിടെയൊക്കെ സമൂഹത്തിൽ അന്തഃഛിദ്രം ഉണ്ടാകുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നോ അത് എത്ര സത്യമാണെങ്കിലും ശരി, നമ്മുടെ സമൂഹത്തിന് അത് നല്ലതല്ല. അത് രക്ഷകർത്താക്കൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ നമ്മൾ ഈ ഒരാളുടെ അഭിപ്രായം പറഞ്ഞു, നമ്മൾ പറഞ്ഞതിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞു, അതിനോട് ഏറ്റവും സംസ്കാര സമ്പന്നമായി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞാനത് പരിശോധിക്കാം എന്നുള്ള തരത്തിൽ കുട്ടിക്ക് അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് ഒരു പരിശീലനം കൊടുത്തതിന് ശേഷം വേണം സാമൂഹിക മാധ്യമങ്ങളിലേക്കും ഇന്റർനെറ്റിലേക്കും ആ കുട്ടിയെ ഇറക്കിവിടാൻ. നമ്മൾ കൂടെ നിന്ന് വേണം അത് ചെയ്യാനായിട്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന് പറയുന്നത് ഇന്റർനെറ്റിനകത്തും സമൂഹത്തിലും ഒരുപോലെ തന്നെയാണ്. അവന് സമൂഹത്തിലെ ഒരു അന്തഃഛിദ്രം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മൾ സാമൂഹിക മാധ്യമത്തിലും ചെയ്യാൻ പാടില്ല, യഥാർത്ഥ ജീവിതത്തിലും ചെയ്യാൻ പാടില്ല. അപ്പൊ ആ പുറത്തോട്ട് പോകുന്നത് പോലെയാണ് എന്ന് നിരന്തരം കുട്ടിയെ ഓർമ്മിപ്പിക്കണം നമ്മൾ പറയുന്ന വരികളെല്ലാം. മാത്രമല്ല തങ്ങി നിൽക്കുകയും ചെയ്യും. ആ മാധ്യമത്തിൽ അത് ഒരുപാട് കാലം തങ്ങി നിൽക്കുകയും കുട്ടിപ്പൊക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ പിന്നെ വീണ്ടും ആൾക്കാർ എടുത്തുകൊണ്ട് വന്ന് നമ്മളെ വീണ്ടും അതേ കാര്യത്തിൽ തന്നെ ചർച്ചയിലേക്കൊക്കെ വലിച്ചഴിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഒരു നല്ല പൗരൻ എല്ലായിടത്തും നല്ല പൗരനായിരിക്കും. അത് ഓൺലൈൻ ആണെങ്കിലും ശരി, നമ്മൾ വീട്ടിലാണെങ്കിലും ശരി. അതെനിക്ക് പ്രാഥമികമായിട്ട് പറയാം. താങ്ക് യു സർ. സുധീർജി ഈ വിഷയത്തില് കുറച്ചുകൂടി കാര്യങ്ങൾ ചേർക്കാൻ പറ്റുമല്ലോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഡിജിറ്റൽ സംവിധാനത്തിൽ ജോലി എടുക്കുന്ന ആളാണ്. അപ്പോ എൻ്റെ ഔദ്യോഗിക ജീവിതം മുഴുവൻ ഇന്റർനെറ്റുമായും ഡിജിറ്റൽ രീതികളുമായും ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോ അച്യുത് ശങ്കർ സാർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു 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 ഡിജിറ്റൽ പൗരന് വേണ്ട ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധമാണ്. അപ്പൊ നിങ്ങൾ മോഹൻലാലിന്റെ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ട്, നരസിംഹം സിനിമയിലാണെന്ന് തോന്നുന്നു, നരസിംഹമല്ല ആറാം തമ്പുരാനില്, വാവിട്ട വാക്ക് തിരിച്ചെടുക്കാനാവില്ല എന്നുള്ളത്. അപ്പൊ അത് ഇന്റർനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥം ശരിയാണ്. നിങ്ങൾ ഇവിടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നിരിക്കട്ടെ, അത് എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്തു എന്നിരിക്കട്ടെ, അത് എന്തോ ആയിക്കൊള്ളട്ടെ, അതിന്റെ ഡിജിറ്റൽ ട്രേസ് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്താൽ പോലും മാഞ്ഞു പോവില്ല, അത് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ആളുകൾ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ എഴുതി അത് ഡിലീറ്റ് ചെയ്താൽ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. അത് റിക്കവർ ചെയ്യാൻ പറ്റും. അത് നമ്മളെ ഹോണ്ട് ചെയ്യും, നമ്മളെ പിന്തുടരും. അപ്പൊ വളരെ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് എന്നെ പോലുള്ള കുട്ടികളെക്കാൾ മെച്ചപ്പെട്ട എക്സ്പോഷർ ഉണ്ട്, അവർക്ക് അവസരങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം അവർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെയും വളരെ ആത്മനിയന്ത്രണത്തോടുകൂടെയും പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇന്റർനെറ്റ് ഒരു നല്ലൊരു സുഹൃത്താണ്, പക്ഷെ ഇതിന് പ്രശ്നം ഇതൊരു ഇരുതല മൂർച്ചയുള്ള സാധനമാണ്. ഇപ്പോ ഈ രമണൻ എന്ന് പറഞ്ഞ കവിതയിൽ വളരെ പണ്ട് എഴുതിയ കവിതയാണ്, എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കവിതയാണ് രമണൻ. ചങ്ങമ്പുഴ എഴുതിയതില് പറയുന്നുണ്ട്, എങ്കിലും ചന്ദ്രികയെ, അതിലെ വരി ഇതാണ്, അതിന് സിനിമാ പാട്ടിലെ വരിയാണ് എനിക്ക് രമണനിലെ വരി ഞാൻ മറന്നുപോയി. സിനിമാ പാട്ടിൽ പറയുന്നത്, തങ്കക്കിനാവിൽ നീ താലോലിക്കുന്നൊരു സങ്കല്പ ലോകമല്ലീ ഉലകം എന്നാണ്. I got muted. Please don't mute me when I talk. So ഇതില് ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, തങ്കക്കിനാവിൽ നീ താലോലിക്കുന്നൊരു സങ്കല്പ ലോകമല്ലീ ഉലകം. നമ്മൾക്കൊക്കെ ലോകത്തിനെ പറ്റി ഒരു ധാരണ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ലോകം ഇങ്ങനെയാണ്. സത്യത്തിൽ
നമ്മൾ വിചാരിക്കുന്ന ലോകത്തിന്റെ അംശം ലോകത്തിനുണ്ടെങ്കിലും അതുപോലെ അല്ലാത്ത അംശങ്ങളുമുണ്ട്. വേറൊരു പ്രശ്നം നമുക്കുള്ളത്, നമ്മളെല്ലാവരും എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ശരിയാണ് എന്ന് ചിന്തിക്കുന്നതിനൊപ്പം വലിയൊരു വിഭാഗം ആളുകൾ മറ്റുള്ളവരും നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ് ചിന്തിക്കുക എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇത് രണ്ടും ഇന്റർനെറ്റിനെ സംബന്ധിച്ചോളം അബദ്ധമാണ്. എല്ലാതരം മനുഷ്യന്മാരുള്ളതുപോലെ തന്നെയാണ് ഇന്റർനെറ്റും. ഇന്റർനെറ്റ് ഒരു വേറെ ലോകമല്ല, നമ്മളൊക്കെ തന്നെയാണ് ഇന്റർനെറ്റിലും പോകുന്നത്. നമ്മുടെ പേരൊക്കെ ചിലപ്പോൾ ഇന്റർനെറ്റിൽ പോകുമ്പോൾ മാറും എന്ന് മാത്രം. അനോണിമസ് ഹാൻഡിൽസ് ഒക്കെ വരും, ചിലര് ഫേക്ക് ഐഡി ഉണ്ടാക്കും. പക്ഷെ സ്വഭാവവും അവിടെ എക്സിബിറ്റ് ചെയ്യുന്ന സ്വഭാവം മാനുഷികമായ സ്വഭാവം തന്നെയാണ്. അപ്പൊ നമ്മൾ സുഹൃത്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നത് പോലെ ഇന്റർനെറ്റിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധിക്കണം. ഇതില് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ വിജയൻ സാർ പറഞ്ഞു വെൽത്ത് അക്യുമുലേഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്, പഠിക്കാനുള്ള ഇത്. കോഴ്സീറ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് ഇന്റർനെറ്റിൽ, മാത്സ് ഓൺലൈൻ ലേണിംഗിന് വേണ്ടിയിട്ടുള്ള സൈറ്റാണ്. 3 കോടി ആളുകളാണ് കോഴ്സീറയിൽ പഠിക്കുന്നത്. അപ്പൊ കോഴ്സീറയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഫോർഡ്, ഹാർവർഡ് പോലെയുള്ള വലിയ യൂണിവേഴ്സിറ്റിയുടെ കോണ്ടന്റ് അവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. കേരളത്തിൽ നിന്നുള്ള ബൈജൂസ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് ആപ്പ്, നിങ്ങൾ എത്ര പേര് ബൈജൂസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇന്റർനെറ്റിന്റെ സാധ്യതകൾ കൂടി കണ്ടാണ് 30,000 കോടി രൂപ ആസ്തിയുള്ള, ഇന്ന് ബൈജൂസിന്റെ ആസ്തി എന്ന് പറയുമ്പോൾ ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ 30,000 കോടി രൂപ. That's the potential that internet has created for a small town boy from Kerala. അതുപോലെ തന്നെ ആമസോൺ ആണെങ്കിൽ 1,00,000 കോടിയാണ് ആസ്തി. ആമസോൺ, നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാലത്ത് എത്ര പേര് ആമസോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ എത്ര പേര് ആമസോൺ ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ല എന്നുള്ളതാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന സാധനം. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര പേർക്ക് ഇന്റർനെറ്റിലേക്ക് ആക്സസ് ഉണ്ട്, നമ്മളുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇന്റർനെറ്റിൽ പഠിക്കാൻ അല്ലെങ്കിൽ സിനിമ കാണാൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്കുള്ള നമ്മുടെ ബേസിക് ആക്സസ് ഉണ്ടോ ഇല്ലോ. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ അട്ടപ്പാടിയിലായിരുന്നു. ഞാൻ എന്റെ ഓഫീസിൽ നിന്നൊരു ദിവസം ലീവ് എടുത്തിട്ട് അട്ടപ്പാടിയിൽ വളരെ ഉൾപ്രദേശത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് ഒരു ടിവിയും മൊബൈൽ ഫോണും കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ അട്ടപ്പാടിയിൽ ഒരു NGOയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അട്ടപ്പാടി പോകുമ്പോഴാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അവിടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? TV അവർക്ക് കിട്ടി, പക്ഷെ അവർക്ക് കറണ്ട് ഇല്ല. ഇനി സോളാർ ബാറ്ററി, ഒരു 7 മണിക്കൂർ ചെയ്യുന്ന ബാറ്ററി ഉണ്ടെങ്കിലാണ് ആ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും. അതാണ് ഡിജിറ്റൽ ഡിവൈഡ്. അപ്പൊ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇന്റർനെറ്റിന്റെ ഉപയോഗം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ഇന്റർനെറ്റിന്റെ ഉപയോഗം എന്നുള്ളതിന് ഈ കൗൺസിൽസ് കുറെ മാനദണ്ഡങ്ങൾ വെക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങളൊരു പാസ്വേഡ് ഒക്കെ ഉപയോഗിക്കണം, എപ്പോഴും സെക്യൂർ ആക്കി വെക്കണം. 2, പ്രൈവറ്റ് ഇൻഫർമേഷൻ ഇന്റർനെറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രൈവറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ എടുത്തൊരു ഫോട്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ഇന്റർനെറ്റിൽ വരുന്നത് ആരോഗ്യപരമായ ഒരു കാര്യമായിരിക്കുകയില്ല. വ്യക്തിപരമായ വിവരങ്ങൾ, പേഴ്സണൽ വിവരങ്ങൾ, നിങ്ങളുടെ സ്വന്തം ഫോട്ടോ. അപ്പൊ ഇന്റർനെറ്റിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഫോട്ടോയായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ഒരു നിമിഷത്തെ വീണ്ടും വിചാരമില്ലായ്മയിൽ എടുക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സന്ദർഭം, നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം. 3, ഫോട്ടോസ് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ചിത്രങ്ങൾ ഇന്റർനെറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഫേസ്ബുക്കിൽ വളരെ സജീവമാണ്. എന്റെ ഒരു പോളിസി പ്രകാരം ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഒരു പടമോ, അല്ലെങ്കിൽ എന്റെ പടമാണെങ്കിൽ ഞാൻ ഇടും, എന്റെ കുടുംബാംഗങ്ങളുടെ പടമോ മറ്റു ബന്ധുക്കളുടെ പടമോ ഒന്നും ഞാൻ ഇന്റർനെറ്റിൽ ഇടാറില്ല. അതെന്റെ ഒരു പോളിസിയുടെ ഭാഗമാണ്. കാരണം എന്റെ പേജ് ഒരു പബ്ലിക് പേജാണ്. അത് ആരൊക്കെ കാണുന്നു എന്നുള്ളത് എന്റെ വരുതിയിലല്ല നിൽക്കുന്നത്. പക്ഷെ അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ആരൊക്കെ കാണണം എന്നുള്ളത് നിങ്ങൾക്ക് കൺട്രോളിൽ വെക്കാൻ പറ്റും. ആ കൺട്രോൾസ് നിങ്ങൾ ഉപയോഗിക്കണം. 3ാമത്തെ കാര്യം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇത് നമ്മുടെ രാജ്യത്ത് അധികം ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു മനോഹരമായ ഫോട്ടോ എടുത്തു, അത് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇട്ടു. ഞാനത് കണ്ടു, വളരെ നല്ല ഫോട്ടോ. ഞാനതെടുത്ത് എന്റെ ഫേസ്ബുക്കിൽ ഇട്ടു. പക്ഷെ ഞാൻ നിങ്ങളെടുത്ത ഫോട്ടോ ആണ് എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. കുറെ ആളുകളെങ്കിലും വിചാരിക്കുന്നു അത് ഞാൻ എടുത്ത ഫോട്ടോയാണ്. അത് തെറ്റാണ്. ഡിജിറ്റൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രകാരം അത് തെറ്റാണ്. നമ്മൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ, ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഒരു കവിതാ വിവാദമൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അങ്ങനെ പല വിവാദങ്ങളും ഉണ്ടാവുന്നുണ്ട്. കേരളം വിവാദങ്ങളുടെ എന്താ പറയാ, വിവാദങ്ങളുടെ മേച്ചിൽപ്പുറമാണ് കേരളം. വിവാദങ്ങളേ ഉള്ളൂ കേരളത്തിൽ സത്യത്തിൽ. അപ്പോ ഒരാളുടെ സാധനം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അയാളുടെ ഒരു കലാസൃഷ്ടി, അല്ലെങ്കിൽ അയാൾ എടുത്തൊരു സാധനം അയാളുടെ അനുവാദമില്ലാതെ അത് ഇന്ന ആളുടെയാണ് എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട്, എന്നുവെച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാതെ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സിറ്റിസൺഷിപ്പിന്റെ ഗുഡ് സിറ്റിസൺഷിപ്പ് നിയമപ്രകാരം തെറ്റാണ്. അത് ചെയ്യരുത്. ഇനി 2ാമത്തെ കാര്യം, പ്രൊട്ടക്ഷൻ. സൈബർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ സത്യത്തിൽ
നമ്മൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസുകളാണ്. എത്ര വലിയ ടെക്നോളജി നമ്മൾ ഉണ്ടാക്കിയാലും അതിനെ ബീറ്റ് ചെയ്യാവുന്ന വൈറസുകൾ വന്നുകൊണ്ടേയിരിക്കും. വൈറസ് ഉണ്ട്, മാൽവെയർ ഉണ്ട്, ട്രോജൻ ഉണ്ട്, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഫിഷിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വൈറസ് അല്ലെങ്കിൽ മാൽവെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്നാൽ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ, നമ്മുടെ ഫിനാൻഷ്യൽ, ഇപ്പൊ നിങ്ങൾ കുട്ടികളായതുകൊണ്ട് ഫിനാൻഷ്യൽ വിവരങ്ങളൊന്നും പുറത്തു പോകില്ല എന്ന് വിചാരിക്കാം, പക്ഷെ ടീച്ചർമാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ വ്യക്തിപരമായ വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ സമീപകാലത്ത് ക്ലൗഡിനെ പറ്റിയൊക്കെ വലിയ ചർച്ചയുണ്ടായി. അപ്പൊ ക്ലൗഡ് എന്ന വാക്കും ഒക്കെ നിങ്ങൾ കേട്ട് കാണും. ക്ലൗഡ് സ്റ്റോറേജിലാണ് കുറെ സാധനങ്ങൾ കിടക്കും. അവിടെ ഒരു സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടായാൽ നമ്മൾ നമ്മുടെ ഫോണിലാണ് എന്ന് വിചാരിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പല സാധനങ്ങളും നാട്ടുകാരുടെ കയ്യിലെത്തും. കാരണം ഫോണിലുള്ള പല സാധനങ്ങളും ഈവൻച്വലി ഒരു ക്ലൗഡിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഗൂഗിൾ ഡ്രൈവ് ആണ് ഏറ്റവും ലളിതമായ ക്ലൗഡിനുള്ള എക്സാമ്പിൾ. ഇനി ഇവിടെ എനിക്ക് തോന്നുന്നു വിജയൻ സാറും പറഞ്ഞു, അച്യുത് ശങ്കർ സാറും പറഞ്ഞു, നമ്മൾ എത്തിക്കറ്റ്, ഇവിടെ ചില രീതികൾ, ചില മാന്യതകൾ നമ്മൾ പാലിക്കേണ്ടത്. അത് നമ്മുടെ ഭാഷയിലാണെങ്കിലും നമ്മുടെ വസ്ത്രധാരണത്തിലാണെങ്കിലും നമ്മൾ ഉയർത്തുന്ന അഭിപ്രായങ്ങളിലാണ്. ഇപ്പോ ലോകം മൊത്തം പൊളിറ്റിക്കൽ റൈറ്റ്നസ്, രാഷ്ട്രീയ ശരി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമല്ലേ പൊളിറ്റിക്കൽ റൈറ്റ്നസ്. ചില കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് നിറത്തെ പറ്റിയുള്ള സംസാരം, അതുപോലെ ലിംഗത്തെ പറ്റിയുള്ള സംസാരം. അമേരിക്കയിൽ വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്, ബ്ലാക്ക് ലൈഫ്സ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിറം വലിയ കാര്യമാണ്, ലൈംഗികത വലിയ കാര്യമാണ്, ലിംഗം വലിയ ഇതിലൊക്കെ നിരുത്തര ബോഡി ഷെയ്മിങ്, ഒരാളുടെ ശരീരപ്രകൃതിയെ പറ്റിയുള്ള ആക്ഷേപകരമായ സംസാരം, ഇതൊന്നും ഈ ഡിജിറ്റൽ ലോകത്ത് ടോളറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ വളരെ നിഷ്കളങ്കമായി എന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ വീണ്ടും വിചാരമില്ലാതെ പറയുന്ന ഒരു കാര്യം വേറൊരു സ്ഥലത്ത് ആളുകൾ അതിനോട് പ്രതികരിക്കുന്നത് ആ രീതിയിലായിരിക്കുകയില്ല, ആ സന്ദർഭത്തിലായിരിക്കുകയില്ല, ആ സാഹചര്യത്തിലായിരിക്കില്ല. അപ്പൊ അടർത്തിയെടുക്കപ്പെടുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വലിയ ഡാമേജ് ഉണ്ടാകും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നൊരു കാര്യം പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. ആളുകൾ ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഒരു 3 കാര്യങ്ങളെ കൂടി ഞാൻ പറയാം, അത് എന്നോട് പറയണമെന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ട്രാൻസ്പെറൻസിയാണ്. അപ്പൊ ട്രാൻസ്പെറൻസി അഥവാ സുതാര്യത എന്ന് പറയുന്നത് ഈ ഇന്റർനെറ്റിലുള്ള വിവരങ്ങൾ, അതിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന ഡേറ്റ വളരെ ഇൻവിസിബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. അതാണ് ഒന്ന്. പിന്നെ 2, ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇക്വാലിറ്റി, നിങ്ങൾ ഈ നെറ്റ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് കഴിഞ്ഞ കൊല്ലമാണോ അതിന്റെ മുൻപത്തെ കൊല്ലമാണോ ഒരു മൂവ്മെന്റ് തുടങ്ങാൻ ശ്രമിക്കുകയും അത് ഇന്ത്യയിൽ പരാജയപ്പെടുകയും ചെയ്തു. സത്യത്തിൽ ഞാൻ നെറ്റ് ന്യൂട്രാലിറ്റിക്ക് വേണ്ടി ഫേസ്ബുക്കിന്റെ മൂവ്മെന്റിനെ അനുകൂലിച്ച ആളാണ്. അവർ പറയുന്നത് ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാക്കണം, സൗജന്യമായ ഇന്റർനെറ്റ് സേവനങ്ങൾ ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യം പോലെ ഇനി വരാൻ പോകുന്ന മൗലിക അവകാശം ഡേറ്റ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്റർനെറ്റിലുള്ള നിങ്ങളുടെ ആക്സസ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് പോലെയാവും, എല്ലാവർക്കും കിട്ടും. അപ്പൊ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഗൂഗിളിൽ കാണുന്ന വിവരമുണ്ടല്ലോ, അത് സോർട്ടിംഗ് അൽഗോരിതംസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിവരമാണ്. ഇപ്പൊ ഗൂഗിളിൽ ആദ്യം കാണുന്ന വിവരം പലപ്പോഴും പെയ്ഡ് ആണ്. അത് അവിടെ എത്താൻ ആളുകൾ ഗൂഗിളിന് പണം കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ സെർച്ച് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന സാധനം. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, SEO ഒരു പഠന ശാഖ തന്നെയാണ്. അപ്പൊ നമ്മൾ കാണുന്ന എല്ലാം, ഈ ഗൂഗിളിന്റെയും ഒക്കെ പ്രശ്നം, നമ്മളിവിടെ കാണുന്നതെല്ലാം സത്യമല്ല. ഇപ്പൊ വാട്സപ്പിൽ വരുന്നത് ഒന്നും മിക്കവാറും സത്യമായിരിക്കുകയില്ല. വാട്സപ്പിൽ വളരെ അബദ്ധജഡിതമായ പല കാര്യങ്ങളും, ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്റർനെറ്റിനെ പറ്റി നിങ്ങൾ പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്റർനെറ്റിൽ നിങ്ങൾ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഗൂഗിളിൽ നിങ്ങൾ വായിക്കുന്നതും സത്യമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ സത്യമാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാൽ മാത്രമാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. 3ാമത്തെ കാര്യം ഈ പെർമനൻസിയാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഡേറ്റ സ്റ്റോറേജ്. നമ്മളൊരു കാര്യം ഇന്റർനെറ്റിലേക്ക് കൊണ്ടുവന്നാൽ അത് എത്ര കാലം അവിടെ നിൽക്കണം എന്നുള്ളത് ചില സമയത്ത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മളുടെ ഒരു സ്വന്തം ഡേറ്റ സ്റ്റോറേജിലാണ് അത് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ, പക്ഷെ അതൊരു തേർഡ് പാർട്ടി ഡേറ്റ സ്റ്റോറേജിലാണെങ്കിൽ അവർക്ക് അത് എത്ര കാലം വേണമെങ്കിൽ ഇരിക്കാം. നിങ്ങൾ നാളെ ചിലപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് വരുമ്പോഴായിരിക്കും നിങ്ങൾ ഇന്നലെ കാണിച്ച ഒരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കാര്യം കൊണ്ടുവരുന്നത്. ഇപ്പൊ ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ പറ്റി ഈ ഇലക്ഷൻ സമയത്ത് ഒരു ചെറിയ പ്രശ്നം അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ ഇട്ട ഒരു ഫോട്ടോ അത് പൊങ്ങി വന്നു. അതിൽ അദ്ദേഹം വംശവെറിക്കാരനാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി. അനാവശ്യമെന്ന് ഞാൻ പറയില്ല, വിവാദങ്ങൾ ഉണ്ടായി. എല്ലാ വിവാദങ്ങളും
ആവശ്യവും അനാവശ്യമൊക്കെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഇന്റർനെറ്റിൽ എപ്പോഴാണ് നമ്മൾ ഇന്ന് ചെയ്തൊരു കാര്യം വരിക എന്ന് പറയാൻ പറ്റില്ല. വളരെ സൂക്ഷിച്ച് വളരെ കെയർഫുൾ ആയി ബ്രാൻഡ്, നമ്മൾ എന്ന് പറയുന്ന ബ്രാൻഡിനെ വളരെ കെയർഫുൾ ആയി ബിൽഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇന്റർനെറ്റ്. അപ്പോ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ നല്ലൊരു മിത്രവും ഒരല്പം ശ്രദ്ധക്കുറവുണ്ടായാൽ വലിയ തോതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നക്കാരനുമാണ് ഈ ഇന്റർനെറ്റ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഞാൻ ഇവിടെ നിർത്തുന്നു. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് എന്നോട് ചോദിക്കാം. താങ്ക് യു. താങ്ക് യു സുധീർജി. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമുക്ക് അതിനിടയിൽ സോറി, വേറൊരാളുടെ ഇടയിൽ കയറി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്തായിരുന്നു. അത് അറിയാതെ ഇദ്ദേഹത്തിൻ്റെതായി പോയതാണ്, സോറി. ഇനി നമുക്ക് ഇതേ വിഷയത്തില് നമ്മൾ എന്താണ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, എന്താണെങ്കിലും ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില മുൻകരുതലുകളും മറ്റുമൊക്കെ സംബന്ധിച്ചിട്ട് സംസാരിച്ചു. അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ഡോക്ടർ കിരൺ, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കാം. നന്ദി. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യവും അതിന്റെ ഒരു പോയിന്റ് ഓൾറെഡി അച്യുത് ശങ്കർ സാറ് പറഞ്ഞതിനിടയ്ക്ക് വന്നു. അതായത് ഒരു പൊതുസ്ഥലം പോലെ തന്നെ നിങ്ങൾ ഇന്റർനെറ്റിനെ നോക്കി കാണണം. ഇന്റർനെറ്റില് മറ്റാളുകളും നിങ്ങളും ഒന്നിച്ച്, അതുകൊണ്ടാണ് അതിന് ഇന്റർനെറ്റ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടാണ് അത് ഇന്റർനെറ്റ് ആവുന്നത്. നിങ്ങളും മറ്റാളുകളും ഒന്നിച്ചൊരു സ്ഥലത്ത് വരുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി അത് നിങ്ങൾക്ക് എത്ര രസകരമായതായാലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തി ആയിരിക്കാം, പക്ഷെ അത് എത്ര രസകരമായാലും നിങ്ങൾക്ക് എത്ര അംഗീകരിക്കാൻ പറ്റുന്നതായാലും അതുകൊണ്ട് മറ്റൊരാളുടെ സമാധാന ജീവിതത്തിന് അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വസ്ഥതയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ അവകാശങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പ്രവൃത്തികൾ നമുക്ക് ഇന്റർനെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ പറഞ്ഞതുപോലെ ഇന്റർനെറ്റ് എന്ന് പറയുന്നതും ഒരു പൊതുസ്ഥലം തന്നെ ആകുന്നു. പൊതുസ്ഥലത്ത് ചെയ്യാൻ പറ്റാത്ത ആൾമോസ്റ്റ് ഒരു കാര്യവും നമുക്ക് ഇവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിയമം. പക്ഷെ നമ്മൾ ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങൾ നമുക്ക് പിന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും വരും. സോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സാധനം അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തും പോസ്റ്റ് ചെയ്യാം. പക്ഷേ അത് മറ്റൊരാൾക്ക് എന്ന് പറയുമ്പോൾ അത് എവിടെയുള്ള ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാധനമായ സ്ഥിതിക്ക് ഒരു രാജ്യത്തോ ഒരു കൾച്ചറിലോ ഒരു തരത്തിലുള്ള ആർക്കും ദോഷമോ വിഷമമോ അസ്വസ്ഥതയോ അയാളുടെ അവകാശങ്ങൾക്കെതിരോ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് നിയമവശങ്ങളിൽ പറയുമ്പോൾ. ഇനി രണ്ട്, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ. അപ്പൊ അതായത് നിങ്ങളിൽ പലരും 18 വയസ്സിന് താഴെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇന്റർനെറ്റിൽ എടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ പല കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോഴോ അത് പോസ്റ്റ് ചെയ്യണമോ എന്നുള്ളൊരു സംശയം വരുമ്പോഴത്തേക്കും അവിടെ പാരന്റൽ ഗൈഡൻസ്, അപ്പോൾ നിങ്ങളുടെ മുതിർന്ന വ്യക്തി, അതായത് നിങ്ങളുടെ അധ്യാപകരോ നിങ്ങളുടെ അച്ഛനമ്മമാരോ ഒക്കെ കേട്ടിട്ട് അംഗീകരിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സ്വന്തം കവിത, ഒരു അഭിപ്രായം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മുതിർന്ന ആളുകളുടെ, ഉത്തരവാദിത്തമുള്ള ആളുകളുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ അധികാരത്തിന്മേൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. പക്ഷെ കോൺസിക്വൻസസ് വരുമ്പോൾ അവരും നിങ്ങളും ഒന്നിച്ചത് നേരിടേണ്ടി വരും. സോ അപ്പൊ നമ്മൾ എന്തൊക്കെ ആലോചിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന സാധനം ഒന്ന്, എന്താണ് ഈ പോസ്റ്റ് ചെയ്യുന്നത്, എന്താണ് ഞാൻ ഈ ഇന്റർനെറ്റിൽ എഴുതി കൂട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഈ ഇടുന്ന വീഡിയോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഈ ഫേസ്ബുക്കിൽ ഇടുന്ന ലൈവ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഈ ഇടുന്ന അഭിപ്രായം, അതെന്തായാലും, അത് ഫുഡിന്റെ വീഡിയോ ആയാലും ഒരു സ്പോർട്സിന്റെ വീഡിയോ ആയാലും നിങ്ങളുടെ ഫോട്ടോ ആയാലും നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും ഫോട്ടോ ആയാലും അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും എടുത്ത ഫോട്ടോ ആയാലും അത് മറ്റൊരാളുടെ അവകാശത്തെയോ മറ്റൊരാളുടെ സ്വസ്ഥ ജീവിതത്തെയോ ബാധിക്കുന്നതാകാൻ പാടില്ല. ഒന്ന്, അത് ആദ്യം ചിന്തിക്കേണ്ട കാര്യം, അങ്ങനെ ആണോ എന്നുള്ളത്. രണ്ടാമത്, അത് ഇടുന്നത് നമുക്ക് എന്താ പറയാ, അത് എത്ര നാൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എത്ര നാള് ആ സൈറ്റിൽ കിടക്കും. ഇപ്പൊ എല്ലാ സൈറ്റിലും കൊണ്ടുചെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീടിന്റെ അഡ്രസ്സ്, കാര്യങ്ങള്, സംഭവങ്ങളെല്ലാം കൊണ്ട് ഇടണമെന്ന് ഇല്ല. നമ്മളിപ്പോ ആമസോണിൽ നിന്ന് വസ്ത്രം വാങ്ങിക്കും, നമ്മൾ മിന്ത്രയിൽ നിന്ന് വസ്ത്രം വാങ്ങിക്കും, നമ്മൾ പല സൈറ്റുകളിൽ നിന്ന് ചിലപ്പോൾ വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. സോ എല്ലാ സൈറ്റിലും കൊണ്ടുപോയി നമ്മളുടെ മുഴുവൻ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും. സോ നിങ്ങൾക്കറിയാം, ചെറിയ കടകളിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ എല്ലാ വിവരങ്ങളും പറയില്ല. വലിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇപ്പൊ ഗവൺമെന്റ് ഓഫീസുകളിലും ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ നമ്മളുടെ എല്ലാ രേഖകളും കാര്യങ്ങളും എല്ലാം പറയും. സോ നിങ്ങൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അംഗീകൃതമായ സൈറ്റുകളാണോ, അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന സൈറ്റുകളാണോ, അതോ താൽക്കാലികമായ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന സൈറ്റുകളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി അടുത്ത വേറൊരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഭൂരിഭാഗം പേരും ഇപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം പേരും ഗാലക്സി, ഓപ്പോ അങ്ങനെയുള്ള ഫോണുകളിലൂടെയാണ് നിങ്ങൾ ഈ ഒരു മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. സോ
ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ ആപ്ലിക്കേഷൻ മറ്റ് ആപ്ലിക്കേഷനുകൾക്കും മറ്റാളുകൾക്കും ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഇടുന്ന വീഡിയോ അവരിലേക്ക് കൊടുക്കാൻ, നിങ്ങൾ ഇടുന്ന പോസ്റ്റ് അവരിലേക്ക് കൊടുക്കാൻ, നിങ്ങളൊരു അഡ്രസ്സോ ഡീറ്റെയിൽസോ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ. സോ ഇങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന വിവരം മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ, അതായത് നിങ്ങളെടുത്ത് ചോദിക്കാതെ തന്നെ ചിലപ്പോൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാനുള്ള കാര്യമാണ്. ഇനി അടുത്ത വേറൊരു പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിന്റെ താഴെ 100 കമന്റുകൾ വരും. ഓക്കെ, അപ്പൊ എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് പബ്ജിക്കകത്തൊരു അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ആമസോണിനകത്തൊരു അക്കൗണ്ട് ഉണ്ട്, യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. സോ ഇത്തരത്തില് എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് പ്രധാനമായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിപ്പോ ഒരു 10 ഇടത്ത് നിങ്ങളുടെ കാര്യങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ തോന്നിയ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ പോസ്റ്റ് ചെയ്തതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. സോ ആ പോസ്റ്റ് ചെയ്തതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തുകളുടെയും ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ്. സോ ഈ പബ്ലിക് പ്ലേസിൽ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പോലെ ആ ചെയ്ത സംഭവം കൊണ്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്ത് ഫലം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വരുന്ന സ്ഥിതിക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സാധനം ഇട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നൊക്കെ ഒന്ന് ഇടയ്ക്ക് പോയി നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് വരും. സോ പലപ്പോഴും സംഭവിക്കുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ആ പോസ്റ്റ് ചെയ്തതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷമായിരിക്കും നിങ്ങൾ അറിയുക. സോ എത്ര ഇടത്ത് ഞാൻ എത്ര കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് ആപ്പുകളിലോ ഒരുപാട് സൈറ്റുകളിലോ കാണുന്ന ഫോട്ടോസിന്റെ താഴെയൊക്കെയും നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം നോക്കാനോ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് സമയത്തിന് തിരുത്താനോ ഒന്നും നിങ്ങൾക്ക് പറ്റാത്ത പ്രശ്നങ്ങൾ വരികയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും കാര്യം കോംപ്ലിക്കേറ്റഡ് ആകുകയും ചെയ്യും. സോ എവിടെയാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്, ആ പോസ്റ്റ് ചെയ്യുന്ന സാധനം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടോ അവകാശ ലംഘനങ്ങളോ ഉണ്ടാകുന്നുണ്ടോ, ഈ പോസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ, നിങ്ങളോട് ചോദിച്ചിട്ടോ ചോദിക്കാതെയോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യവും അവസാനമായിട്ട് എത്രയിടത്ത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. ഏറ്റവും നല്ലത് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന 2-3 സൈറ്റുകളിൽ അല്ലെങ്കിൽ 2-3 ആപ്ലിക്കേഷനുകളിൽ, ഇപ്പൊ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആൻഡ് മാക്സിമം ഒരെണ്ണം കൂടെ. അതിൽ കൂടുതലൊന്നും നമുക്ക് എല്ലാ ദിവസവും കയറി നോക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ കയറി നിങ്ങൾ പോസ്റ്റ് ചെയ്തതിന്റെ താഴെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ ചർച്ചയിലെല്ലാം വീണ്ടും വരുന്ന ഇന്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം. വീണ്ടും ഒരു സ്ഥലത്ത് പോയി എന്തായി എന്ന് നോക്കുന്ന ഒരു അവസ്ഥ. സോ ആ അവസ്ഥ ഉണ്ടാക്കാത്ത രീതിയിലും കൂടെ ആയിരിക്കണം നിങ്ങളുടെ പോസ്റ്റിങ്ങും നിങ്ങളുടെ ഷെയറിങ്ങും നിങ്ങളുടെ അഭിപ്രായം പറച്ചിലും നിങ്ങളുടെ കമന്റ് കൊടുക്കലും ലൈക്ക് കൊടുക്കലും എല്ലാ കാര്യങ്ങളും. സോ നിങ്ങൾ മറ്റൊരാളുടെ അവകാശത്തിന് ഹാനിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി പോസ്റ്റ് ചെയ്ത ആളിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാനും പാടില്ല. സോ പ്രധാനമായിട്ട് പറയാനുള്ളത് എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, എത്ര ഇടത്ത് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ പോസ്റ്റ് ചെയ്യുന്ന കാര്യം എത്ര പേർക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ദോഷങ്ങളുണ്ടോ, അത് നിങ്ങൾ അറിയാനുള്ള സാധ്യതയുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് പിറകെ നടന്ന് ചിന്തിക്കാനുള്ള സമയമോ സാഹചര്യമോ അതിനുള്ള ചുറ്റുപാടോ നിങ്ങൾക്കുണ്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു സംഭവം പോസ്റ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കണം, ആ പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. ഈ അവസാനവും ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളത്, ഈ പോസ്റ്റ് ചെയ്യുന്ന സാധനം കൊണ്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ലോകത്തെ ഏതെങ്കിലും ഭാഗത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദോഷമോ ഒരു അസ്വസ്ഥതയോ ഒരു അവകാശ ലംഘനമോ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന സാധനം കൊണ്ട് ഉണ്ടാകുന്നുണ്ടോ. ഇത്രയും കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ ഈ പോസ്റ്റ് ചെയ്യുന്ന സാധനത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഏറ്റെടുക്കാനും അത് കൈകാര്യം ചെയ്യാനുമുള്ള പക്വത നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ അതിനുള്ള അനുവാദവും അതിനുള്ള പ്രൊട്ടക്ഷനും തരികയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്തതിനു ശേഷം അത് ഫോളോ അപ്പ് ചെയ്യണമെന്ന് മാത്രം. ഇതാണ് ഈ ആദ്യത്തെ ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്ത് പോസ്റ്റ് ചെയ്യണം? താങ്ക് യു ഡോക്ടർ കിരൺ, താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ കാര്യം, ഇദ്ദേഹം നിൽക്കുന്നതിന്റെ അവിടെ ലൈറ്റ് ശരിക്കും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കുറച്ചും കൂടി ഒന്ന് അവിടെ ഏതെങ്കിലും ഒരു ലൈറ്റും കൂടെ ഒക്കെ ഇടാൻ പറ്റിയാൽ നന്നായിരുന്നു. നമുക്ക് ഒരു 7ഓളം സബ് തീംസ് ആയിരുന്നു നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അതില് കുറെ കാര്യങ്ങൾ നമ്മളെ ഇടയിൽ പിന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ടാവില്ല. അടുത്തത് നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ്, മാനേജിങ് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ള ഒരു ഭാഗമാണ്. അതില് ആദ്യത്തെ ഒരു ചോദ്യം എനിക്ക് പിന്നെ അച്യുത് ശങ്കർ സാറിന്റെ അടുത്താണ് പ്ലേസ് ചെയ്യാനുള്ളത്. പിന്നെ
നമ്മൾ ഈ ഇന്റർനെറ്റ് തുറക്കുമ്പോൾ, അപ്പൊ ഇതിൽ കുറെ ആളുകൾ, കുട്ടികൾ ഇത് കാണുന്നുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റ് ഒരു നെസസിറ്റി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ മുഴുവൻ ഇന്റർനെറ്റിലാണ് പഠനവും മറ്റൊക്കെ ഒരുപാട് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ആളുകളും ഒരുപാട് ജോലി ഇന്റർനെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജോലിയുടെ ഇടം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വിനോദങ്ങൾക്ക് ഒരുപാട് അവസരവും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഈ ജോലിയും വിനോദവും ഇന്റർനെറ്റിൽ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അതിൽ അച്യുത് സാറിന്റെ ഒരു ഇൻപുട്ട് എന്ന് വേണം. ചുരുക്കി പറയാം, 3 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ ചുരുക്കി ഞാനത് പറയാം. നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നിൽ ചെന്നിരുന്നാലുള്ള ഒരു അപകടം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിജിറ്റൽ ഡിവൈസിന് മുന്നിൽ ഇരുന്നാലുള്ള അപകടം, ശ്രീ സൈഫ് പറഞ്ഞതുപോലെ നമ്മളെ മാടി വിളിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഇരിക്കുക. നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിനെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാര്യം ചെയ്യാനായി ഈ ഡിജിറ്റൽ ഡിവൈസിലേക്ക് പ്രവേശിക്കും. പക്ഷെ ആ ഡിജിറ്റൽ ഡിവൈസ് നമ്മുടെ മുന്നിൽ വളരെയധികം ഒരു മറ്റ് സാധ്യതകൾ അല്ലെങ്കിൽ മറ്റ് കൊളുത്തുകൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരും. അത് ചിലത് വളരെ അത്യാകർഷകങ്ങളാണ്, നമ്മൾ അതിലേക്ക് കയറിക്കൊണ്ടേക്കും. അപ്പൊ നമ്മൾ ഒരു ഇമെയിൽ, ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇമെയിൽ അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഇമെയിൽ അയക്കാനായിരിക്കും നമ്മൾ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ഇമെയിൽ ബോക്സ്, നമ്മൾ ഇൻബോക്സ് തുറക്കുമ്പോൾ അതിനകത്ത് വേറെ ആകർഷകമായിട്ട് മറുപടി അയക്കേണ്ടുന്ന ചില ഇമെയിലുകൾ വരും. ആ ഒരു ഇമെയിൽ എടുത്ത് നമ്മൾ മറുപടി അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നേരത്തെ ഉള്ള ശ്രദ്ധ പോകുന്നു. അത് മറുപടി അയച്ചുകൊണ്ടിരുന്ന അതിന് വേറൊരു റിപ്ലൈ വരുന്നു. നമ്മൾ അങ്ങനെ ട്രാക്ക് തെറ്റി വേറൊരു ട്രാക്ക്. അതിന് പുറമെ ഈ ആപ്ലിക്കേഷൻ അല്ലാതെ തന്നെ നമുക്ക് വാട്സാപ്പ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു, SMS വന്നുകൊണ്ടിരിക്കുന്നു, വേറെ ശബ്ദങ്ങൾ കേൾക്കുന്നു. അപ്പൊ വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിനിടയിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യുക. അതിന് 1-2 ചെറിയ തന്ത്രങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒന്ന്, നമ്മൾ ഒരു ഇമെയിലിൽ കൂടെ ഒരു വലിയ പ്രവർത്തനം, ഇമെയിലിൽ കൂടെ, ഇപ്പൊ ഞാനൊക്കെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് പ്രവർത്തനം മുഴുവൻ ഇമെയിൽ അധിഷ്ഠിതമാണ്. അപ്പൊ അത് ഫലപ്രദമായിട്ട് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ ഇമെയിൽ തുറക്കാതെ തന്നെ നിങ്ങൾ ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുക. ഒരു ഉദാഹരണം, നമ്മൾ ഇന്ന് 5 ഇമെയിൽ അയക്കണം എന്ന് വിചാരിച്ചു. അത് ഇമെയിൽ ബോക്സ് തുറന്നിട്ടല്ല ചെയ്യേണ്ടത്. അത് നമ്മളൊരു എഡിറ്റർ തുറക്കുന്നു. ഇപ്പോൾ ഓപ്പൺ ഓഫീസോ മൈക്രോസോഫ്റ്റ് വേർഡോ പോലുള്ള എഡിറ്റർ തുറന്നിട്ട് ആ അയക്കേണ്ട സന്ദേശം എന്താണെന്ന് നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് അങ്ങ് റെഡിയാക്കും. റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾ ഇമെയിൽ ലോഗിൻ ചെയ്ത്, അക്കൗണ്ട് ലോഗിൻ ചെയ്ത് തുറന്നതിന് ശേഷം ഈ സന്ദേശങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അയക്കും. ഞാൻ കണ്ടിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അത് നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ കടലാസ് എടുത്ത് വെച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എഴുതി വെക്കുകയും അത് ഓരോന്നോരോന്നായിട്ട് ടിക്ക് ഇട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാനോടെ അല്ല പോകുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയ കാര്യം ചെയ്തില്ല എന്ന് ഓർക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ ഒരു അല്പം എന്റർടൈൻമെന്റ് ഒക്കെ ഇതിൻ്റെ കൂടെ ആവാം. ഈ ഡിജിറ്റൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത്ര അരസ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല. ഉദാഹരണത്തിന് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് പാട്ട് കേൾക്കാൻ വേണമെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും ഒരു പുസ്തകം നമ്മൾ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിരിക്കുന്നു, ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിരിക്കുന്നു. ചെറിയ ഡിസ്ട്രാക്ഷൻ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ ഒക്കും. കാരണം പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ, എനിക്ക് തോന്നുന്നു അവര് നമ്മുടെ മുതിർന്ന തലമുറയെ പോലല്ല. അവർക്ക് ഈ മൾട്ടി ടാസ്കിങ് എബിലിറ്റി വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ പഠിച്ചിരിക്കുന്നു, അതിനുള്ള കഴിവുണ്ട്. അതിനൊരു ദോഷവും കൂടെ ഉണ്ട്. മൾട്ടി ടാസ്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക് ഏകാഗ്രമായിട്ട് ജോലി ചെയ്യാനുള്ള കഴിവ് അതിന് പ്രൊപ്പോർഷണലേറ്റ് ആയിട്ട് കുറയും. കാരണം പല പല കാര്യങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കാനുള്ള കഴിവ് വരുമ്പോൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവിന് കുറവ് വരാനുള്ള സാധ്യതയുണ്ട്, ഏകാഗ്രതയുണ്ട്. അപ്പൊ അതിന് വേറെ പല കാര്യങ്ങൾ പറയാം. ഞാനിവിടെ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. എങ്കിലും കുട്ടികളെ യോഗ പരിശീലിപ്പിക്കുക, കുട്ടികൾ പ്രകൃതിയിൽ ഇഴുകിച്ചേരാനായിട്ട് കുട്ടികളെ രക്ഷകർത്താക്കൾ എപ്പോഴും പുറത്ത് വിറ്റത്ത് കൊണ്ടുപോയി നടത്തുക, ചെടികൾ നടുക, ആ ചെടികളെ വെള്ളം ഒഴിക്കുക, അതിന്റെ ഇല സ്പർശിക്കുക, പൂ മണക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ യന്ത്രവുമായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഛിന്ന ഭിന്നമായിട്ടുള്ള ഒരു അനുഭവം എല്ലാം കൂടെ ചേർത്തിട്ട് അവർക്ക് ഒരു അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ തയ്യാറെടുപ്പ് നടത്തി ഡിജിറ്റൽ ഡിവൈസിനെ എങ്ങനെയാണ്, ഡിജിറ്റൽ ഡിവൈസ് നമ്മളെ ഭരിക്കുകയല്ല, നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നേരത്തെ നടത്തി ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുള്ള ഏകാഗ്രത പതുക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സുധീർജി ധാരാളമായിട്ട് വർക്കൊക്കെ ഇന്റർനെറ്റിലും ഒക്കെ നടത്തുന്ന ആളാണല്ലോ. അപ്പോ ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരാറുണ്ടോ? അങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാറെന്നൊന്ന് ചുരുക്കി ഒന്ന് പറയാം. ഒരു ദിവസം 200 ഇമെയിലൊക്കെ അയക്കാനുണ്ടാവും ചില ദിവസങ്ങളിൽ, അല്ലെങ്കിൽ 200 ഇമെയിലെങ്കിലും വായിക്കാനുണ്ടാവും. ഞാൻ അത്രയും തിരിച്ചയച്ചില്ലെങ്കിൽ ഒരുപാട് ത്രെഡ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഗ്ലോബൽ റോളാണ് ചെയ്യുന്നത്. അപ്പോൾ
എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരോട് സംസാരിക്കും. എല്ലാ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യമല്ല, പക്ഷെ എല്ലാ ജോഗ്രഫിയിൽ നിന്നുള്ള ആൾക്കാരെ. അപ്പൊ ഇതില് ഇപ്പൊ സാറ് പറഞ്ഞ പല ടെക്നിക്സും ഇതില് ഉപയോഗിക്കും. ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കും. ഞാൻ പൊതുവെ ഇതാണ് ചെയ്യാറ്. ഞാൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കും. ഞാൻ പാട്ട് അങ്ങനെ കേൾക്കാറില്ല, പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇപ്പൊ ഈയിടെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി. അപ്പൊ ഞാൻ 1-2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തീമിലുള്ള ഒരു വീഡിയോ കാണും. അല്ലെങ്കിൽ ഞാൻ ന്യൂസ് പേപ്പറുകൾ, ഇപ്പൊ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പൈസ വാങ്ങിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ തുറന്നു വയ്ക്കും. എന്നിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കേണ്ടതിന് ഇടയ്ക്കൊരു ഡിസ്ട്രാക്ഷൻ വന്നാൽ ഞാൻ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ പത്രം വായിക്കും. മെക്കിൻസി എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടിങ് കമ്പനി ഉണ്ട്. ഒരു ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു മാഗസീൻ ഉണ്ട്. അപ്പൊ അതില് ഈ ലോകത്തെ പല ട്രെൻഡുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വായിക്കാം. ചെറിയ ആർട്ടിക്കിൾ ആയിരിക്കും, 5 മിനിറ്റ് കൊണ്ട് വായിക്കാം, പക്ഷെ സ്ട്രൈക്കിംഗ് ആയി നിൽക്കും. അല്ലെങ്കിൽ എഴുന്നേറ്റ് പുറത്തു പോകും. സാർ പറഞ്ഞ പോലെ പുറത്തിറങ്ങുക. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞൊരു 3 മാസമായിട്ട്. അപ്പൊ പുറത്തിറങ്ങൽ കുറവാണ്. ഞാൻ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചത്. അപ്പോ നമ്മൾ വെറുതെ ഒന്ന് നടക്കുക. ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ അധികം നേരം ഇരിക്കുന്നത് അത്ര നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മളൊക്കെ അത് ഫോഴ്സ്ഡ് ആണ്, വേറെ നിവർത്തിയില്ല. പക്ഷെ ഞാൻ കുറെ ഇമെയിലൊക്കെ ഞാൻ എന്റെ ഫോണിൽ നിന്നാണ് മറുപടി. എല്ലാം ഞാൻ കമ്പ്യൂട്ടറിലേക്ക് വരാറില്ല. ഇപ്പൊ കുറെ മീറ്റിംഗ്സ് ഞാൻ ഫോണിലേക്ക് മാറ്റി. അപ്പൊ ഫോൺ ആകുമ്പോൾ ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ട്, വെറുതെ ഇങ്ങനെ ഇരിക്കാം, ആൾക്കാർ വർത്തമാനം പറയുന്നത് കേൾക്കാം. പക്ഷെ ഡിസ്ട്രാക്ഷൻസ് ആർ ബൗണ്ട് ടു ഹാപ്പൻ. ഇപ്പൊ നമ്മളുടെ ഏകാഗ്രത എപ്പോഴും ഇതുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എക്സസൈസ് ചെയ്യുന്നത് ഏകാഗ്രത കൂട്ടും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പാട്ട് കേൾക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കും. ഇതൊക്കെ തന്നെയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ണിന്റെ ആരോഗ്യമാണ്. ഇപ്പൊ ഞാൻ കണ്ണട, ഇവിടെയുള്ള കുട്ടികളാരും അധികം പേരും കണ്ണട വെച്ചിട്ടില്ല. പക്ഷെ കമ്പ്യൂട്ടറിൽ ഉള്ള ജോലികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ണട വെക്കേണ്ടി വരും. കാരണം കണ്ണ് പ്രശ്നമാണ്, സ്ട്രെയിൻ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് കുറച്ച് നേരം നിങ്ങൾ കമ്പ്യൂട്ടറിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നിങ്ങൾ കുറച്ച് ദൂരേക്കുള്ള ഒരു വസ്തുവിൽ ഫോക്കസ് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കൂ, അല്ലെങ്കിൽ സ്ക്രീൻ ഗ്ലെയർ ഒഴിവാക്കൂ. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഈ ചെറിയ ഫോണിന്റെ സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുമ്പോൾ അതും പ്രശ്നമാണ്. ആ സ്ക്രീൻ ബിൽഡ് ചെയ്യാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പരീക്ഷിക്കാം. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണ്. താങ്ക് യു സുധീർജി. നമ്മള് ഡോക്ടർ കിരൺ, അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിസ്ട്രാക്ഷൻസ് പിന്നെ സാധാരണ ആണെന്ന് പറഞ്ഞു. അത് ഒഴിവാക്കാൻ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വ്യായാമ മുറകൾ സജസ്റ്റ് ചെയ്യാനുണ്ടോ? സ്പെസിഫിക് ആയിട്ട് വ്യായാമ മുറയായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ യോഗ, അതിൽ തന്നെയുള്ള മലയാളത്തിൽ പറയുകയാണെങ്കിൽ മനോനിറവ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് എക്സസൈസുകൾ എന്ന് പറയും. മൈൻഡ്ഫുൾനെസ് എക്സസൈസുകൾ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ ഫോക്കസ് ചെയ്യുകയും എപ്പോഴെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിസ്ട്രാക്ഷന്റെ പിറകെ പോവാതെ ആ ചെയ്ത പ്രവൃത്തിയിലേക്ക് ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ ഡിസ്ട്രാക്ഷൻ ആകാതെ, ആ ഡിസ്ട്രാക്ഷൻ നാച്ചുറലി വരും, പക്ഷെ വരുന്ന ഡിസ്ട്രാക്ഷന്റെ പിറകെ പോവുകയും ആ ഡിസ്ട്രാക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ അറ്റൻഷൻ ഷിഫ്റ്റ് ആയി വരികയും നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഡിഫിക്കൽറ്റി വരികയൊക്കെ ചെയ്യുന്നു. സോ എപ്പോഴൊക്കെ ഡിസ്ട്രാക്ഷൻസ് വരുന്നോ, ഡിസ്ട്രാക്റ്റഡ് ആവുന്നോ, ജസ്റ്റ് കം ബാക്ക് ടു വാട്ട് എവർ യു ആർ ഫോക്കസിങ് ഏർലിയർ ഓൺ. സോ ഈ ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യിക്കാനും അത് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സസൈസസ് ആണ് മൈൻഡ്ഫുൾനെസ് എക്സസൈസസ് എന്ന് പറയുന്ന സാധനം. അതിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ കോഴ്സസും ടീച്ച് ചെയ്യുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. So mindfulness meditations, mindfulness yoga, mindfulness breathing, mindful walking, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് എക്സസൈസസ് ഉണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് നോർമൽ ഒരു മൈൻഡ്ഫുൾ ബ്രീത്തിങ്, ശ്വാസത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയും ഡിസ്ട്രാക്ട് ആകുന്ന സമയത്തൊക്കെ ഫർദർ അതിനെക്കുറിച്ച് ഇമോഷണൽ ആവാതെ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കമ്മിങ് ബാക്ക് ടു വാട്ട് എവർ യു ആർ ഡൂയിങ്. അതായത് എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രീത്തിലാണ് ഫോക്കസ് ചെയ്യുക. പതുക്കെ അത് നിങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഉപയോഗിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്നും വേറൊന്നിലേക്ക് പോകാനുള്ള ഒരു ഇമ്പൾസ് വരുമ്പോൾ ഇമ്പൾസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. ബട്ട് അതിന്റെ പിറകെ പോകുന്നതിന് പകരം ജസ്റ്റ് ആദ്യമൊക്കെ പാടാണ്, ജസ്റ്റ് കം ബാക്ക് ടു വാട്ട് യു ആർ ഡൂയിങ്. ആദ്യമൊക്കെ ഇതൊരു 5-10 മിനിറ്റ്സ് നമ്മൾ ചെയ്ത് നമ്മുടെ മസിൽ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് ഇംപ്രൂവ് ചെയ്യും. സോ ദീസ് ആർ കോൾഡ് മൈൻഡ്ഫുൾനെസ് എക്സസൈസസ്. മൈൻഡ്ഫുൾനെസ് എക്സസൈസസ് അത് ഇതിനു വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരു സാധനമാണ്, ഒരു കാര്യമാണ്. താങ്ക് യു. നമുക്ക് എനിക്ക് തോന്നുന്നത് അനോണിമിറ്റി, അതുപോലെ തന്നെ ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ സംസാരിച്ചതിലൊരു കുറെ ഭാഗം അതിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അടുത്തത് നമ്മുടെ ഒരു വെൽനസ് എന്നുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ സെക്ഷൻ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആനന്ദിനെ ക്ഷണിക്കുക. താങ്ക് യു സേഫ്.
എനിക്ക് ചോദിക്കാനുള്ള ഡോക്ടർ കിരണിനോടാണ്. അതായത് നമ്മളിപ്പം ഒരു പ്രോലോങ്ഡ് യൂസ് അധികം നേരം നീണ്ടു നിൽക്കുന്ന സമയത്ത്, ഹലോ കേൾക്കുന്നുണ്ടല്ലോ ഡോക്ടർ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, ഒരു പ്രൊലോങ്ഡ് യൂസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ്, അതിനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പക്ഷേ ഇപ്പൊ കുട്ടികൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നുള്ളത്? ഫസ്റ്റ് തിങ് പറയാം, പ്രൊലോങ്ഡ് യൂസ് അവോയ്ഡ് ചെയ്യുക. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, ബട്ട് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്. ആൻഡ് ഇത് എപ്പോഴാണ് സാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളായി ഇരിക്കുമ്പോൾ തന്നെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂസേജ് ജീവിതത്തിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ. ബിക്കോസ് ഈ ഒരു മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ആൻഡ് ആ സ്വഭാവം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വഴിയും എന്താണ് ഉപയോഗിക്കുന്നതൊക്കെ നോക്കി മനസ്സിലാക്കുകയും ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി തിരിച്ചറിയുന്നത് വഴിയും ഈ ആൾക്ക് ഇന്ന ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ, ഇന്ന ഒരു ഗെയിം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന ഒരു ഷോപ്പിംഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന ഒരു സൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന പ്രൊലോങ്ഡ് യൂസേജ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഫസ്റ്റ് തിങ്, ആളെ തിരിച്ചറിഞ്ഞ്, ആളിന്റെ അവസ്ഥയും തിരിച്ചറിഞ്ഞ്, ഉപയോഗിക്കുന്ന സാധനത്തെയും തിരിച്ചറിഞ്ഞ് നമ്മൾ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ അവോയ്ഡ് ചെയ്യുക. ആൻഡ് പിന്നെ ജോലി സംബന്ധമായിട്ടും നമുക്ക് പഠന സംബന്ധമായിട്ട് ഇപ്പൊ തന്നെ പല സ്കൂളുകളിലും 3 hours 4 hours വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർനെറ്റ് യൂസ് ഫോർ ക്ലാസ് പർപ്പസ് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ചിലപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളും വരും. സോ അങ്ങനെ വരുവാണെങ്കിൽ ഇറ്റ് ക്യാൻ എഫക്ട് എവറിത്തിങ്, ഇൻക്ലൂഡിങ് അവരുടെ സ്ലീപ്പ്, അവരുടെ അപ്പറ്റൈറ്റ്, അവരുടെ നോർമൽ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവരുടെ സോഷ്യൽ സ്കിൽസ്, അവരുടെ ജനറൽ ആങ്സൈറ്റി, അവരുടെ എക്സ്പോഷർ കുറയുന്നത് വഴി അവർക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, അതായത് ബ്രീത്തിങ് റെഗുലർ ആകുക, അവരുടെ സ്ട്രെസ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റീസ് കാര്യങ്ങളെല്ലാം കുറവ് വരിക. സോ പ്രൊലോങ്ഡ് യൂസേജ് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഡിഫിക്കൽട്ടീസ് എല്ലാം ഉണ്ടാവും. സോ ഇത് കുറയ്ക്കാനായിട്ടുള്ള ടിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും, ഫസ്റ്റ് തിങ്, ഇത് പ്രൊലോങ്ഡ് ആണോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഈ കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ വെനെവർ യു യൂസ് ഇന്റർനെറ്റ്, നിങ്ങൾ അത് എന്താണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എത്രയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെയൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡാറ്റ അത് അവർക്ക് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെ കുറിച്ചുള്ള ബോധം. ഒരു സാധനം ഉപയോഗിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും വാട്ട് എവർ ദാറ്റ് പർപ്പസ് ഫോർ വിച്ച് അവരത് ഉപയോഗിച്ച് തുടങ്ങുന്നുവോ അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും ടൈം ബൈ ടൈം ആയിട്ട് നമ്മൾ അത് അവർക്ക് കൊടുക്കണം. സോ ദാറ്റ് മാറിപ്പോയിട്ട് അവർ വളരെ ഡാമേജ്ഡ് ആയതിനു ശേഷം, അല്ലെങ്കിൽ വളരെ അവരുടെ സൈഡ് എഫക്ട്സ് ഉണ്ടായതിനു ശേഷം അവർ തിരിച്ചു വന്നാൽ പറ്റത്തില്ല. പിന്നെ ഈ നമ്മൾ പറയുന്ന പോലെ തന്നെ ഡിജിറ്റൽ ബ്രേക്സ്, ഡിജിറ്റൽ ഡീടോക്സ് എന്നൊക്കെ പറയുന്ന മൊബൈലും മറ്റു സാധനങ്ങളും ഉപയോഗിച്ച് ഒരു ഇച്ചിരി ഇഷ്ടമില്ലാത്ത രീതിയിലുള്ളതാണെങ്കിലും നോർമൽ കമ്മ്യൂണിക്കേഷൻ മോഡ്സിലേക്ക് നിന്നുകൊണ്ട് തന്നെ, അതായത് ഫാമിലിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും ആ കാര്യങ്ങളിൽ. ആൻഡ് ഫാമിലി തന്നെ അവരുടെ ഫ്രണ്ടിൽ വെച്ച് ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടിയും വരും. ആൻഡ് ആ ഒരു പ്രോസസ്സിലൂടെ ഈ പ്രൊലോങ്ഡ് യൂസേജ് കുറയ്ക്കുകയും ആൻഡ് പ്രൊലോങ്ഡ് യൂസേജ് കൊണ്ടുള്ള ഡാമേജ് ഈ പറഞ്ഞ പോലുള്ള ആ ഡീടോക്സ് അതില്ലാതെ ഇരിക്കുന്ന അവസ്ഥ കറക്റ്റ് ആയിട്ടുള്ള ആ ബ്രേക്സിൽ അവർക്ക് കൊടുക്കുന്നത് വഴി അത് ഒഴിവാക്കാനും പറ്റും. അത് ഒത്തിരി നീണ്ടുപോയി കഴിഞ്ഞാൽ ന്യൂറോ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ബ്രെയിനിന്റെ ചേഞ്ചസ് ഉണ്ടാവുകയും പിന്നെ അത് റിവേർട്ട് ചെയ്ത് തിരിച്ച് ഓക്കെ ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ഹാർഡ് റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. സോ ആ ടൈം എടുത്തുണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് ഈ പ്രൊലോങ്ഡ് യൂസേജ് കൊണ്ടുണ്ടാവുന്നത്. സോ അത് ഉണ്ടാവാൻ നോക്കുക, അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് കൊടുക്കുക. ബ്രേക്ക് മനഃപൂർവ്വം നമ്മൾ കൊണ്ടുവരിക വിത്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. താങ്ക് യു സാർ. ഇതിനകത്ത് വേറൊരു സംശയമുള്ളത്, ഇത് ഈ ഇന്റർനെറ്റിൽ തന്നെ ഒരുപാട് അൺഹെൽത്തി ഐഡിയാസും അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷനും കിട്ടാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇനഫ് മെറ്റീരിയൽ ഉണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്ഗ്രേഡഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നിന്ന് ഈ ഒരു ഡിജിറ്റൽ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ഇതിനെ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം എന്ന്, അതെങ്ങനെ നമുക്ക് അവരെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും? ത്രൂ ഡെമോൺസ്ട്രേഷൻ ഉള്ളി. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം ഇപ്പം എസ്പെഷ്യലി എന്റെ തന്നെ ഇപ്പൊ നിങ്ങൾ പോസ്റ്ററിൽ ഇട്ട ഫോട്ടോയും
എന്റെ ഒറിജിനൽ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഞാനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. സോ നമ്മൾ പല റീസൺസിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ അപ്പിയറൻസ്, നമ്മളുടെ വേ ഓഫ് പ്രസന്റേഷൻ, നമ്മളെ കുറിച്ച് നാട്ടുകാർ എന്തറിയണം ഏതറിയണം എന്നൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തും മറ്റുമൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഈ ഇന്റർനെറ്റിൽ നമുക്ക് കിട്ടും. സോ ഇത് വളരെ യങ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി അത് മനസ്സിലാക്കി അവൻ അതിന്റെ ആ ഇൻഫർമേഷൻ ഫിൽട്ടർ ചെയ്ത് എടുക്കണമെന്നില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോ ഇവൻ ഈ ഇൻഫർമേഷൻ റിസീവ് ചെയ്യാനും ഇന്റർനെറ്റ് യൂസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യുന്നോ ആ അവന്റെ ഉള്ള ക്രിട്ടിക്കൽ സ്കിൽസ് ഉപയോഗിച്ച് ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനും ഇതിന്റെ ഒരു പരസ്പര ഡിസ്കഷൻസും ത്രൂ ഡിബേറ്റ്സും മറ്റുമൊക്കെ ആയിട്ട് ഇതിന്റെ ഡേറ്റയും കാര്യങ്ങളെല്ലാം നമ്മൾ അവരെ കൊണ്ട് അപഗ്രഥനം നമ്മൾ ചെയ്യിക്കണം. ഇന്ന സാധനം ഉപയോഗിക്കാൻ പാടില്ല, ഇന്ന യൂട്യൂബ് പർട്ടിക്കുലർ വീഡിയോ കാണാൻ പാടില്ല. ലൈക്ക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദിവസവും പൊതിച്ചോറ് അല്ലെങ്കിൽ ഇപ്പൊ കിഴി പൊറോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടും ഭയങ്കര രസകരമായും കാണുന്ന സാധനങ്ങളാണ് അതിനകത്ത് ഫോട്ടോസ് ഒക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ആൻഡ് അതെല്ലാം കണ്ടിട്ട് രാത്രി ചെന്ന് ഡിന്നറിന്റെ പ്ലേറ്റിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കിതൊന്നും വേണ്ട, എനിക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോയിട്ട് എനിക്ക് വരണം വാങ്ങിച്ചു തന്നാൽ മതി എന്ന് അവൻ പറയും. ആ പറയുന്ന സ്റ്റേജ് വരെ നോക്കിക്കൊണ്ടിരിക്കരുത്. പറയുന്ന സ്റ്റേജ് വരെ നോക്കാതെ whenever he starts getting or using all these informations, അതിന് മുമ്പേ തന്നെ നമ്മൾ ആ ഡേറ്റ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുകയും അതിനെക്കുറിച്ചൊരു ഫോർ വാർണിംഗ് കൊടുക്കുകയും അത് യൂസ് ചെയ്തതിനു ശേഷം കറക്റ്റ് ആയിട്ട് നമ്മളിപ്പം സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, സിഗരറ്റ് യൂസ് ചെയ്യുന്നത് ഡാമേജിങ് ആണ്, ഇന്ന സാധനങ്ങളാണ് എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് എഴുതി കാണിക്കുന്നുണ്ട്. സോ അതേപോലെ നമ്മൾ അവർക്കൊരു ഫോളോ അപ്പ് അവർ ഉപയോഗിക്കുന്ന സാധനത്തിനോടൊപ്പം തന്നെ കൊടുക്കണം. ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ ടീച്ചേഴ്സ് as well as ഫാമിലി മെമ്പേഴ്സ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ബിലീഫ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ വലിയ പാടാണ്. ബിക്കോസ് ഇന്റർനെറ്റ് പോലുള്ള സാധനങ്ങളെല്ലാം ആ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്ന സാധനത്തിലേക്കാണ് എല്ലാം ഫീഡ് ചെയ്യുന്നത്. അത് ഒത്തിരി ആക്ടിവേറ്റ് ആൻഡ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ റാഷണൽ ബ്രെയിൻ പ്രോപ്പർലി ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്. ഓക്കെ, കൊടുക്കുക കൃത്യമായി. അച്യുതനോടാണ് നെക്സ്റ്റ് ചോദിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കാര്യം ചോദിക്കുന്നത്, നമ്മൾ ഇതിപ്പോ ഇതിൽ രണ്ട് ചെറിയ കാര്യം എനിക്ക് സമ്മതിക്കുമെങ്കിൽ ചേർക്കാനുണ്ടായിരുന്നു. ചേർക്കണം സർ. വെൽക്കം സർ. ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചെറിയ 1-2 നിർദ്ദേശം മാത്രമാണ് പറയുന്നത് ആരോഗ്യമായിട്ട്. ഒന്ന്, ഈ കമ്പ്യൂട്ടറിൽ സ്ഥിരം ഇങ്ങനെ, കമ്പ്യൂട്ടർ മാത്രമല്ല ഈ മൊബൈൽ ഫോണിനകത്ത് ഇങ്ങനെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ വിരലിന്റെ അറ്റത്ത് നമുക്ക് ഒരു ചെറിയ നമ്പനെസ് ഉണ്ടാകും. പോസ്റ്ററിൽ ഒരുപാട് സമയം ഇരിക്കുമ്പോൾ റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി എന്ന് പറയും. അത് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവർക്ക് കൈ കുഴയിലും ഉണ്ടാവും, കാർപ്പൽ ഒരു വിഷയമുണ്ടാവും. അപ്പൊ ഞാൻ കുട്ടികളുടെ അടുത്ത് കേട്ടോണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ അടുത്ത് ഒരു ചെറിയ ഉപദേശം കൊടുക്കുക. വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കുട്ടി ഒരുപാട് സമയം അതിന്റെ മുന്നേ ഇരിക്കേണ്ട അവസരം വരികയാണെങ്കിൽ നമ്മൾ ഒരു പെൻസിൽ, കഴിയുമെങ്കിൽ ആ ഹെക്സഗണൽ ഷേപ്പുള്ള പെൻസിൽ എടുത്തിട്ട്, എന്റെ ഇപ്പൊ ഇല്ല, എന്റെ പേനയാണെന്നുള്ളത്, ഈ പേന ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുക നന്നായിട്ട്. അപ്പൊ അത് കയ്യില് വിരലില് നല്ല രക്ത ഓട്ടം ഉണ്ടാകാനായിട്ട് അത് സാധിക്കും. അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ കിട്ടും, ചില ബോളൊക്കെ കിട്ടും, അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അമക്കിയാൽ വിരലുകൾക്ക് വേറെ വൈവിധ്യമാർന്നിട്ടുള്ളൊരു എക്സർസൈസ് കിട്ടും. രണ്ടാമത്തെ കാര്യം, കണ്ണ്. ഈ നമ്മൾ പണ്ട് TV കാണുമ്പോൾ പറയായിരുന്നു 1 മീറ്റർ അകന്നിരിക്കണം എന്ന് പറയുന്നത്. കാരണം ഇത്രയും അടുത്ത് നമ്മളിങ്ങനെ കണ്ട് സംസാരിക്കുന്ന ഒരു ശീലം നമുക്കില്ല. പക്ഷെ നമ്മള് മൊബൈൽ ഫോണിൽ അത് സാധ്യമല്ല, നമ്മൾ വളരെ അടുത്ത് നോക്കി വെക്കും. അപ്പൊ അത് കുട്ടിയോട് നിരന്തരം ഓർമ്മിപ്പിക്കുകയും, പിന്നെ ഇരിക്കുന്ന സ്ഥലത്ത്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഞാൻ ജനലിലൂടെ പുറത്തോട്ട് നോക്കിയാൽ എനിക്ക് പച്ചപ്പ് കാണാൻ സാധിക്കും, ആകാശം കാണാൻ സാധിക്കും. അപ്പൊ അത് കുട്ടിയെ നിരന്തരം പ്രോത്സാഹിപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിന് കണ്ണെടുക്കുമ്പോൾ നമ്മൾ ദൂരോട്ട് നോക്കണം. കാരണം കണ്ണിലെ ഐ മസിലിന് ഈ ഫോക്കസ് മാറുമ്പോൾ മാത്രമേ ആ മസിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കൂ. അല്ലെങ്കിൽ വെളിച്ചത്തിന് ഭയങ്കര വ്യത്യാസം ഉണ്ടാവണം. അപ്പോഴാണ് കണ്ണിന്റെ ഷട്ടർ ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യും. അപ്പൊ അത് രണ്ടിനുമുള്ള സാധ്യത നമ്മൾ ഉണ്ടാക്കണം. ഒരേ തരത്തിലുള്ള ഒരു സ്ക്രീനിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കണ്ണിലെ മസിൽ ഒരേ പൊസിഷനിൽ ഇരിക്കും. അപ്പൊ നമ്മൾ ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ചടഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നം പോലെ ആ കണ്ണിലെ മസിലിന് ആ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ദൂരേക്ക് നോക്കുക. പിന്നെ കണ്ണ് ഇമവെട്ടാൻ മറക്കും കുറെ കഴിയുമ്പോൾ, ഒരുപാട് സമയം ഇനി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ അത് കണ്ണിന്റെ പിന്നെ ഒരുപാട് സമയം ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ ഐസ് വെള്ളം വെച്ച് കണ്ണ് കഴുകുക, നമ്മൾ ഇളനീർ കുഴമ്പ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അത് പ്രായമായവർക്കും ആ പ്രശ്നം ഉണ്ടാകാം, കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അറിഞ്ഞു വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ ഈ ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ വീട്ടിൽ ഇപ്പൊ പറയാനൊക്കില്ല അതിനുവേണ്ടി കമ്പ്യൂട്ടർ വാങ്ങിക്കണം. എങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ചെറിയ സ്ക്രീനിൽ വളരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിനും അപകടവും വളരെ കൂടുതലാണ്. ഞാൻ 2 ചെറിയ കാര്യങ്ങളിലൂടെ പറഞ്ഞുണ്ട്. സാറ്, അച്ചു സാർ, ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമുള്ളത്, നമ്മുടെ ഈ ഇപ്പൊ ഇന്റർനെറ്റില് ഒരുപാട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് വരാൻ സാധ്യതയുണ്ട്.
അപ്പം ഇത് ശരിക്കും സാർ ബീങ് ആൻ അക്കാഡമിഷ്യൻ സാറിന് അറിയാം ഹൗ യൂസ്ഫുൾ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. അപ്പൊ അതേ സമയത്ത് തന്നെയാണ് ഇതിന്റെ ഇങ്ങനെ ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് ഒരു കുട്ടികളുടെ രീതിയിൽ നമുക്ക് എങ്ങനെ അലേർട്ട് ആകാൻ പറ്റും, ഇതിനെ എങ്ങനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും? ഞാൻ കണ്ടിട്ടുള്ള അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ രക്ഷകർത്താക്കൾക്ക് അറിഞ്ഞൂടാ ഇതിനകത്തുള്ള ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റിന്റെ വ്യാപ്തി എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എനിക്ക് അവരോട് നിർദ്ദേശിക്കാനുള്ളത് അവർ പോയി ഇതൊക്കെ ഒന്ന് കാണണം എന്നുള്ളതാണ്. കാരണം അവർക്ക് അത് എന്താണെന്ന് അറിയില്ലെങ്കിൽ അവർക്ക് അതിനെ കൈകാര്യം ചെയ്യാനോ അതിന്റെ ഗൗരവം എന്താണെന്ന് തിരിച്ച് മനസ്സിലാക്കാൻ നോക്കില്ല. നമ്മൾ സാധാരണ കരുതുന്ന പോലെ അല്ല. അതിനകത്ത് നമ്മുടെ ചില താല്പര്യങ്ങളെ എക്സൈറ്റ് ചെയ്യാൻ ഒക്കുന്ന തരത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് നമുക്കുള്ള ചില വൈകൃതങ്ങളെ വേണമെങ്കിൽ ആംപ്ലിഫൈ ചെയ്യാൻ ഒക്കുന്ന തരത്തിൽ അതിന് വേണ്ടുന്ന ചില സംഘങ്ങൾ ഉണ്ടാക്കാൻ ഒക്കുന്ന തരത്തിൽ അതിന് വേണ്ടുന്ന ഉള്ളടക്കം നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ ഒക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പൊ അതിൽ തന്നെ അതിന് നിയമലംഘനം നടത്തുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. അപ്പൊ രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവരിത് കണ്ടിരിക്കണം. അവർ പോയി അതെല്ലാം പരിശോധിച്ച് അല്ലെങ്കിൽ അത് അറിയാവുന്ന ഇപ്പം വളരെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ട് അവരുടെ അടുത്ത് പോയി ചോദിച്ച് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങളിത് ഗൗരവത്തിൽ എടുക്കൂ. അല്ലെങ്കിൽ നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളിക്കളയും. വെറും ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ് അല്ലത്. അത് വളരെയധികം വേറൊരു അഡിക്ഷൻ, അതിന്റെ തന്നെ ഒരു അഡിക്ഷൻ ഉണ്ടാക്കാവുന്ന കമ്പ്യൂട്ടർ അഡിക്ഷന് പുറമെ അല്ലെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷന് പുറമെ അത്തരത്തിലുള്ള കണ്ടന്റിന്റെ അഡിക്ഷൻ തന്നെ ഉണ്ടാകാം. അപ്പൊ അത് ശ്രദ്ധിക്കണം. രണ്ട്, നമ്മൾ അതിനെ അങ്ങനെ അരിച്ച് പറക്കി മാറ്റി ഒരു ലോകം ഇനി സാധ്യമല്ല. അവിടെ ടി വി പോലും അത് സാധ്യമല്ല. നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മുടെ കുട്ടികൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാധനമാണോ കാണുന്നത്? അല്ല. എങ്കിലും ഒരു പരിധി വിട്ടു പോകാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ചില സിനിമകളൊക്കെ കണ്ടാൽ അങ്ങനെയാണെന്ന് പറയാറില്ല. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു 10-20 വർഷം കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് 1977 ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ദ്രജാൽ കോമിക്സ് എന്ന് പറഞ്ഞൊരു മാസിക പ്രസിദ്ധീകരിച്ചു, മാൻഡ്രേക്ക് ഫാന്റത്തിന്റെ. അത് ഈ പെട്ടെന്ന് ഗവൺമെന്റ് അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനകത്തെല്ലാം സ്വിം സ്യൂട്ടിലാണ് മാൻഡ്രേക്കിന്റെ ഭാര്യയും ഫാന്റത്തിന്റെ ഭാര്യയൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു അങ്ങനെ ഇനി വരയ്ക്കാൻ നോക്കൂല എന്ന്. അപ്പൊ ആ കാർട്ടൂണിൽ എല്ലാം തന്നെ ആ സ്വിം സ്യൂട്ടിന്റെ ഇടയ്ക്കുള്ള ഭാഗം എല്ലാം വരച്ച് കളർ അടിച്ച് ചേർത്ത് കണ്ടാൽ പെട്ടെന്ന് അത് എടുത്ത് നിൽക്കുക. അങ്ങനെ വസ്ത്രം ധരിപ്പിച്ച് ആൾക്കാരെ ഇറക്കിയ കാലം വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ആ കാലം വെച്ച് നോക്കിയാൽ ഈ സിനിമയൊന്നും ഇപ്പൊ കാണിക്കുന്ന സിനിമയൊന്നും ടി വിയിൽ കാണിക്കാൻ നോക്കില്ല, പഴയ കാലത്താണെങ്കിൽ. പക്ഷെ നമ്മൾ അതുമായിട്ട് താരതമ്യം പ്രാപിച്ചു. അപ്പൊ കുറെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിൽ എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് അരിച്ചു പറക്കി 100% മാറ്റിയിട്ടൊരു കുട്ടിയെ വളർത്താൻ നമുക്ക് ഒക്കില്ല. അപ്പൊ അതുമായിട്ടൊരു നമ്മൾ അതിന്റെ ഒരു ചെറിയ റിസ്കുമായിട്ട് ഒത്തു നമുക്ക് പോയാലേ പോകുള്ളൂ. പക്ഷേ അതൊരു അഡിക്ഷനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നിരന്തരം അതിലേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മൾ പരിശോധിക്കണം. രണ്ട്, ഇതേ കാര്യം പറയുമ്പോൾ താങ്കൾ തന്നെ ചോദ്യത്തിൽ സൂചിപ്പിച്ചു, വളരെയധികം വലിയ ഒരു ഭണ്ഡാരം വിജ്ഞാനത്തിന്റെയും പുതിയ കാഴ്ചപ്പാടുകളുടെയും പുതിയ ദൃശ്യാനുഭവങ്ങളുടെയും ഒക്കെ വലിയ ഒരു ഭണ്ഡാരമല്ലേ. സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ, പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അനിമേഷൻസ് എടുത്തു കഴിഞ്ഞാൽ, അത് രണ്ടും ഉണ്ട്. അപ്പൊ കുട്ടി എപ്പോഴും മറ്റേതിലേക്ക് തന്നെ തിരിയണമെന്നില്ല. ഇതിലേക്ക് അതിന് വേണ്ടുന്ന ഒരു എക്സ്പോഷർ നമ്മൾ കൊടുത്താൽ ഇതിലേക്കും ഒരു താല്പര്യം അതിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. അതിൻ്റെ ഉള്ളിൽ അതിനുള്ള നന്മയുണ്ടല്ലോ. മറ്റേതൊരു ജൈവപരമായിട്ടൊരു താല്പര്യമാണ് തോന്നുന്നത്, പക്ഷെ ഇതൊരു ഭൗതികമായിട്ടുള്ള ഒരു താല്പര്യമാണ്. അപ്പൊ അതിനെ കൂടുതൽ വളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സുധീർജി, ഇതിനകത്ത് എനിക്ക് നമ്മൾ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത്, ഇപ്പൊ നമ്മൾ കുട്ടികൾ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ നാച്ചുറൽ ഇൻസ്റ്റിൻക്റ്റ് അവരുടെ പേരൻസിനോട് ഗാർഡിയൻസിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്, തിരിച്ച് അവരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഇപ്പൊ സൈബർ സ്പേസിൽ അങ്ങനെ ഒരു റീട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഓടി ഒരു സഹായത്തിന് എത്താൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടോ? അങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടാകേണ്ട ആവശ്യമില്ല അവർക്ക്? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എന്നും തെറ്റുപറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് പറ്റുന്ന ഒരു വലിയ പ്രശ്നം തെറ്റ് പറ്റാനേ പാടില്ല എന്നുള്ള ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തമാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഒരാൾക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അയാളെ ആ തെറ്റിന്റെ മുകളിൽ ക്രൂശിക്കാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. ഇത് നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ചെറിയ ചെറിയ തെറ്റുകൾ നമുക്ക് പറ്റും. അപ്പൊ കുട്ടികൾക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത വലിയ ആളുകൾക്ക് തെറ്റുപറ്റുന്നതിനേക്കാൾ കൂടുതലാണ്. ഒരു കൗതുകമായിരിക്കാം, ഒരു ലിങ്കിൽ നിന്നും വേറൊരു ലിങ്കിലേക്കുള്ള പോക്കായിരിക്കാം. സോ ഈവൻച്വലി ദേ മൈറ്റ് എൻഡ് ഇൻ ട്രബിൾ. അപ്പൊ നമുക്ക് ഈ കൗൺസിലിംഗ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ഇതിനെപ്പറ്റി കുട്ടികൾക്ക് വലിയ തോതിലുള്ള അവയർനെസ് കൊടുക്കേണ്ട കാലമായി. ഇപ്പൊ കുട്ടികൾ ഇപ്പം ഈ പഠനം ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഡിജിറ്റൽ എക്സ്പോഷർ കൂടും. അപ്പൊ പണ്ടിപ്പോ ഒരു കുട്ടി ഒരു ഫോണും എടുത്തിരിക്കുകയാണെങ്കിൽ
വീട്ടുകാർക്ക് ശാസിക്കാമായിരുന്നു, ഈ ഫോൺ എടുത്ത് അങ്ങനെ കളിക്കാൻ പാടില്ല, അതവിടെ വെക്കൂ എന്ന്. അപ്പൊ കുട്ടി പഠിക്കുകയാണെങ്കിലോ? സോ അപ്പൊ കുട്ടികൾക്ക് ഒന്ന് കൗൺസിലിംഗ് വേണം. എന്താണ് ഇതിൽ സാധാരണഗതിയിൽ പറ്റാനുള്ള അബദ്ധങ്ങൾ? ഇപ്പൊ എക്സ്പ്ലിസിറ്റ് കോണ്ടന്റിനെ പറ്റി സാറ് പറഞ്ഞു. സ്ട്രേഞ്ചേഴ്സ് ഒരു വലിയ ത്രെറ്റാണ്. ആളുകൾ, സ്ട്രേഞ്ചേഴ്സ് വിൽ കം ആൻഡ് അപ്രോച്ച് കിഡ്സ്, സ്ട്രേഞ്ചേഴ്സ് വിൽ ട്രൈ ടു ടോക്ക് ടു യു. അങ്ങനെയുള്ള അപരിചിതരും ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യരായിട്ടാണ് ഇവിടെ അവതരിക്കുക. അവരുടെ വളരെ നല്ല മനോഹരമായ സംസാരമായിരിക്കും, അവരുടെ രീതികൾ വളരെ മനോഹരമായിരിക്കും. കാരണം അവരിതിന് ട്രെയിൻഡ് ആയപ്പോഴാണ് അവർ വരുന്നത്. അവരുടെ ഒരേ ഒരു ഉദ്ദേശം ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ഈവൻ ബുദ്ധിയുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും അത്തരം തെറ്റുകളിൽ വീണു പോവാം. നമ്മൾ ചിന്തിക്കുന്നില്ല പറ്റിക്കാൻ ഒരാൾ ശ്രമിക്കുന്നത്. അപ്പൊ ബോധപൂർവമായി പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ പത്രം വായിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇന്റർനെറ്റ്? എത്ര തട്ടിപ്പ് വാർത്തകളാണ് നമ്മൾ പത്രത്തിൽ തന്നെ വായിക്കുന്നത്. അപ്പൊ പത്രത്തിൽ അങ്ങനെ വരുന്ന തട്ടിപ്പുകളുടെ എത്രയോ അധികം എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്റർനെറ്റ്. അപ്പൊ അതില് കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളെ പഠിപ്പിക്കണം എന്തൊക്കെയാണ് ഇതിലുള്ള സാധാരണഗതിയിൽ പറ്റാവുന്ന അബദ്ധങ്ങൾ. 2, പലപ്പോഴും നമുക്ക് തോന്നുന്ന എന്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊരു റൂം ഫോർ എറർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇനി ഒരാൾക്ക് തെറ്റ് പറ്റി, അപ്പൊ അതിന് ഒരു തിരുത്താനുള്ള അവസരം, അല്ലെങ്കിൽ ആ തെറ്റ് ആണ് എന്ന് മനസ്സിലാക്കി ഇനിയൊരു തവണ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സ്നേഹപൂർവവും ഔചിത്യപൂർവമായ ഒരു ഇടപെടൽ. അല്ലാണ്ട് ആ കുട്ടിയെ ശാസിച്ചതുകൊണ്ടോ ശിക്ഷിച്ചതുകൊണ്ടോ നാട്ടുകാരുടെ മുന്നിൽ അയാളെ മോശമായി കാണിച്ചതുകൊണ്ടോ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ അപരാധം ചെയ്തു എന്ന് കാണിക്കുന്നൊന്നും ഇത് സോൾവ് ചെയ്യില്ല. അപ്പൊ അനുഭവങ്ങൾ പാളിച്ചകളിൽ നമ്മൾ സ്ഥിരമായി അഭിനയിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. പക്ഷെ 1 or 2 തവണയൊക്കെ ആളുകൾ അഭിനയിച്ചു പോകാം. അപ്പൊ അതിനുള്ള ഒരു റൂം, നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ സ്പേസിൽ വേണ്ട ഒരു സാധനമാണ് ടോളറൻസ് ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ കുറച്ചും കൂടെ അത്യാവശ്യമാണ്. അപ്പൊ കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി രക്ഷിതാക്കളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഈ MBT പോലെയുള്ള സ്ഥാപനങ്ങളാണെങ്കിലും സൈബർ സ്പേസിലെ ഇടപെടൽ, ഇത് മേ ബി ദിസ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദാറ്റ്. പക്ഷെ ദിസ് ഇസ് നോട്ട് വെർ ഇറ്റ് ഈസ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം. മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾ എന്താണ് നോക്കുന്നത്, എവിടെയാണ് സമയം ചെലവാക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും, പ്രത്യേകിച്ചും മൈനർ ആയിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അത് there should be a watch, somebody should be looking over their shoulder. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ കിരൺ, ഇതിനകത്ത് നമുക്ക് ഇപ്പം റിയൽ സ്പേസിലുള്ളതുപോലെ ഒരു ഹെൽത്തി ഫാമിലി റിലേഷൻ സൈബർ സ്പേസിൽ നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ലേ? ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. ബിക്കോസ് ഇപ്പൊ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരന്റ്സ് ലൈക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെ കാര്യങ്ങളിലൊക്കെ അവര് ഇപ്പൊ മെമ്പർഷിപ്പ് എടുത്ത് കുട്ടികൾക്ക് ഒരു ഇൻവൈറ്റ് അയക്കുവാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നു. ഇത് ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഓൺലൈൻ ബിഹേവിയർ കണ്ടിട്ട് പാരന്റ്സിന് ഉണ്ടാകുന്ന ഷോക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ആയിട്ട് ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ഒരു അറൗസൽ എന്ന് തന്നെ പറയാം, ഒരു ഇമോഷണൽ ആയിട്ട് ഉണ്ടാകുന്ന വെപ്രാളം അവരുടെ റിയൽ വേൾഡിലെ ബിഹേവിയറിൽ അവർ കാണിക്കുന്നു. 2, കുട്ടികളുടെ ഓൺലൈനിലെ ഫ്രീഡം. പലപ്പോഴും ചിലപ്പോൾ പാരന്റ്സ് കുറച്ച് ദിവസം അവരുമായിട്ടൊക്കെ സംസാരിക്കുകയും അവരുടെ കൂടെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ചിലപ്പോൾ കുട്ടികളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും, നീ അങ്ങനെ ചെയ്യുമല്ലേ, നീ ഇങ്ങനെ ചെയ്യുമല്ലേ, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഓൺലൈനിൽ കണ്ടല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിച്ച് ത്രെട്ടൺ ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് വഴി ഒരു മിസ്ട്രസ്റ്റ്, അതായത് എനിക്ക് അച്ഛനെ റിയൽ ലൈഫിൽ വിശ്വാസമാണ്, അല്ലെങ്കിൽ അമ്മയെ റിയൽ ലൈഫിൽ വിശ്വാസമാണ്, അമ്മ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് റിയൽ ലൈഫിൽ, പക്ഷെ നെറ്റില് അമ്മ എന്റെ ഫ്രണ്ട് ആവണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ. ആ ഒരു 2 ലൈഫ് കുട്ടികൾ അപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അച്ഛനും അമ്മയും റിയൽ ലൈഫിലെല്ലാം ഓക്കെ, ബട്ട് എന്റെ ഓൺലൈൻ ലൈഫിൽ അച്ഛനും അമ്മയും ഇടപെടണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ. സോ ഇത് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മൊമെന്റ് തൊട്ട് കുട്ടി ഒരു രഹസ്യാത്മകമായ സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ആൻഡ് പാരന്റ്സ് അത് നോക്കിയിരിക്കേണ്ടി വരും. സോ ഈ അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് നേരത്തെ അജിത് സാർ പറഞ്ഞതുപോലെ പാരന്റ്സ് സ്വന്തമായിട്ട് തന്നെ ഈ സാധനങ്ങളിലെല്ലാം, ഈ ആപ്പിലെല്ലാം, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതേപോലുള്ള സാധനങ്ങളിലെല്ലാം കയറിയിട്ട്, കാരണം ഇതെല്ലാം ആർക്കും ഉപയോഗപ്പെടാവുന്ന, നേരത്തെ പറഞ്ഞ ഉപയോഗത്തിന് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. സോ കയറി കുട്ടികൾക്കുള്ള സാധനങ്ങളിലെല്ലാം കയറി സ്വന്തമായിട്ട് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് കയറി അത് എങ്ങനെയാണ്, എന്താണ് ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നോക്കി. കാരണം പാരന്റ്സിന് അത് വളരെ സന്തോഷകരമായ അനുഭവം ആയിരിക്കില്ല, പക്ഷെ അതൊരു അന്വേഷണാത്മകമായ ക്യൂരിയോസിറ്റിയുടെ ആ ഒരു രസത്തിന്റെ അറ്റ്ലീസ്റ്റ് അറിയാനുള്ള ആഗ്രഹത്തിന്റെ പേരിലെങ്കിലും അതിൽ കയറി എല്ലാം മനസ്സിലാക്കണം.
മനസ്സിലാക്കിയതിനു ശേഷം ഈ പറഞ്ഞ പോലെ അവിടെയൊക്കെ കുട്ടികളുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കി മനസ്സിലാക്കുകയും ആൻഡ് ഒരു എന്താ പറയുക ഒരിക്കലും എന്താ പറയുക ഓൺലൈനിലെ കുട്ടികൾ അതേ പാരന്റൽ എന്താ പറയുക റെസ്പെക്ട് തരുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷെ അവിടെയെല്ലാം കുട്ടികളുടെ കൂടെ പാരന്റ്സ് ഉണ്ടാവണം. മൈനർ കുട്ടികളുടെ കൂടെ പാരന്റ്സ് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യം വളരെ ഹൈ ആണ്. പക്ഷെ ഒരു സ്കില്ല് പാരന്റ് ഡെവലപ്പ് ചെയ്യണം, എങ്കിലേ ഇതിനൊക്കെ ഇറങ്ങി തിരിക്കാവും. കാരണം കുട്ടി ആ ഫ്രീഡത്തിൽ, ഓൺലൈനിലെ ആ ഫ്രീഡത്തില്, ആ ഒരു അനോണിമിറ്റിയുടെ രസത്തില്, ആ ഒരു ഓൺലൈൻ പേഴ്സണയുടെ ആ ഒരു സ്ട്രെങ്തില് പാരന്റിനെ ചിലപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ശാസിക്കുന്ന പോലെ സംസാരിക്കുകയോ അല്ലെങ്കിൽ വളരെ ലോക്കൽ സ്ലാങ്ങിലൊക്കെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് ചിലപ്പോൾ. പക്ഷെ അത് കണ്ടിട്ട് നിങ്ങൾ ആ ഒരു റിയൽ ലൈഫിൽ പെരുമാറുന്നത് പോലെ ആ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തിരിച്ച് ത്രെട്ടനിങ് ആയിട്ട് സംസാരിക്കുക, ഇങ്ങനെ മേലെ സംസാരിക്കരുത് എന്ന് പറയുക, അക്സെപ്റ്റ് ചെയ്യാതെ സംസാരിക്കുക, ഈ വക കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ബട്ട് ഇതൊന്നും ഉണ്ടാവാതെ ഒരു നല്ലൊരു വാച്ച്ഫുൾ ഒബ്സർവൻസോട് കൂടി കുട്ടികളുടെ കൂടെ ജസ്റ്റ് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാകാമെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഓൺലൈനിൽ കുട്ടികളുടെ കൂടെ പാരന്റ്സിന് വളരെ നല്ലതാണ്. അത് ഗുണം ചെയ്യും. അത് പാരന്റ്സിന് ഇതെല്ലാം അറിയാം എന്നുള്ളത് കൊണ്ട് കുട്ടികൾ പല സ്വഭാവങ്ങളും ചെയ്യുന്നതിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒന്ന് മാറി നിൽക്കാനും അറ്റ്ലീസ്റ്റ് പല കള്ളങ്ങളും തെറ്റുകളോ ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ഡബിൾ തിങ്ക് ചെയ്യാനുമുള്ളൂ, രണ്ടാമതൊന്ന് ആലോചിക്കാനുള്ള സാധ്യതയുമുണ്ട്. സോ പാരന്റ്സ് ഈ ഓൺലൈനിൽ കയറണം, കുട്ടികളുമായിട്ട് അതുവഴി തന്നെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലെക്ചർ സെക്ഷന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഓൺലൈനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എറ്റിക്വേറ്റ്സിനെ കുറിച്ചും സേഫ്റ്റി മെക്കാനിസത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ 3 എമിനന്റ് സ്പീക്കേഴ്സ് സംസാരിച്ചു. അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പൊ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വി ആർ റെസ്ട്രിക്റ്റിംഗ് ടു 3 ക്വസ്റ്റ്യൻസ്. അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നേക്കുന്നതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോഫി NT കിളിമാനൂർ HSSലെ ORC നോഡൽ ഓഫീസറാണ്, ടീച്ചറാണ്. സോഫി ഓൺലൈൻ ഉണ്ടോ ടീച്ചറെ? ഹലോ സോഫി, ഓൺലൈൻ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനൊന്ന് പറയണേ. മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കണം മാറ്റി കേൾക്കാമോ? കേൾക്കാം. ക്വസ്റ്റ്യൻ എനിക്ക് അച്യുത് സാറിനോടാണ് അല്ലേ? അച്യുത് സാറിനോടാണ് ചോദ്യം. നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം വളരെയേറെ മാറ്റങ്ങൾ, വിപ്ലവകരമായ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. പണ്ട് കുട്ടികളോട് മൊബൈല്, ലാപ്ടോപ്പ് ഇവ ഉപയോഗിക്കണ്ട എന്ന് ഉപയോഗിക്കുന്നത് വളരെ റീസണബിൾ ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞൊരു സ്ഥാനത്ത് നിന്ന് ഇപ്പൊ നമ്മളതൊക്കെ ഉപയോഗിക്കുക, ടിവിയും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം ഉപയോഗിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ഫേക്കായ സൈറ്റുകള്, ഒരുപാട് നമുക്ക് കുട്ടികളെ മിസ്ലീഡ് ചെയ്യുന്ന ഒരുപാട് മേഖലകള് നമ്മുടെ ഇന്റർനെറ്റിലുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അവർക്ക് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ചൊക്കെയുള്ള ആധികാരികത എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും എന്നതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പലതരം ഓൺലൈൻ വീഡിയോസും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് പലതരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ആധികാരികത നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഇന്റർനെറ്റിന്റെ ഒരു പ്രത്യേകത ഈ അമേരിക്കയിലെ സ്വാതന്ത്ര്യം പോലെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെതിരെ പ്രതികരണം വന്നാൽ തന്നെ സംരക്ഷിച്ചോണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി. അതുകൊണ്ടാണ് ഈ തോക്ക് കൊണ്ട് നടക്കാൻ പെർമിഷൻ കൊടുക്കുന്നത്. അവിടെ വെടിവെപ്പ് നടക്കുന്നത് സ്വാഭാവികമായിരിക്കുന്നത് അതുകൊണ്ടാണ്, പലരും തോക്ക് കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ഇന്റർനെറ്റിലെ ഒരുപാട് വിവരങ്ങളുണ്ട്. പക്ഷെ ഒരു വലിയ പ്രത്യേകത ഇന്റർനെറ്റിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ എഡിറ്റർ പബ്ലിഷർ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ആരുമില്ല, ആർക്കും എന്തും പറയാം. അപ്പൊ നമുക്കും അങ്ങനെ പറയാം. പക്ഷെ അതിന്റെ ആധികാരികത കിട്ടുന്നവർ വേണം അത് പരിശോധിക്കാൻ. അപ്പൊ ടീച്ചർ ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് നമുക്ക് അറിയാം. അതിൽ പോലും തെറ്റൊക്കെ സംഭവിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് BBC-യുടെ ഒരു വീഡിയോ ആണ്, നമുക്കത് കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ. പിന്നെ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ സൈറ്റുകളിൽ കിടക്കുന്നുണ്ടായിരിക്കും, പുസ്തകങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്കറിയാം. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് തെറ്റാന്നറിയാമെങ്കിലും നമ്മൾ വിശ്വസിക്കുകയാണ്, നമ്മുടെ മറ്റു ചില താല്പര്യങ്ങളുണ്ട് നമ്മൾ വിശ്വസിക്കുക ഒരു വീഡിയോ കണ്ടു. അപ്പൊ ആ ടെൻഡൻസി നമ്മൾ മാറ്റണം. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് കോഴ്സുകളുടെ കാര്യമാണ് ടീച്ചർ ചോദിച്ചതെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ ഏത് കൊള്ളാമെന്നുള്ള ചോദ്യം അതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോഴ്സറ
എഡെക്സ്, ഉഡാസിറ്റി. കോഴ്സറ പ്രത്യേകിച്ച് ഞാൻ അതിനെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതുകൊണ്ട് പറയുന്നത്, കോഴ്സറയ്ക്കകത്ത് ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ, ഒരു കോഴ്സ് അതിനകത്ത് ഒരു ടീച്ചർക്ക് അതിനകത്ത് ഇടണമെങ്കിൽ വലിയൊരു പ്രപ്പോസൽ തന്നെ അവർ കൊടുക്കണം. എന്തുകൊണ്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നു, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത എന്താണ്, അതിന്റെ ഒരുപാട് വിവരണങ്ങൾ കൊടുത്തിട്ട് അവർ പരിശോധിച്ച്, അതിൻ്റെ വലിയ ബുദ്ധിമുട്ടാണ്. അതിനകത്തൊരു കോഴ്സ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും അതിനകത്തൊരു കോഴ്സ് ഇല്ല. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം, അതിനകത്തുള്ള കോഴ്സുകൾ, ഇതെല്ലാം വളരെ വിശ്വസനീയമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അതിന്റെ നിലവാരത്തിനെ കുറിച്ചൊക്കെ പലർക്കും അഭിപ്രായ വ്യത്യാസം കാണും. പക്ഷെ അതിൽ മനഃപൂർവ്വം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് കാണും. പിന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഖാൻസ് അക്കാഡമി, നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു. അങ്ങനെ പേര് കേട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുക. പിന്നെ വേറൊന്ന്, ഇതിന്റെയൊക്കെ ചില കമ്പൈൽഡ് ആയിട്ട് റെക്കമെൻഡഡ് ലേണിംഗ് സൈറ്റ്സ് എന്ന് പറഞ്ഞത്, അത് വിശ്വസനീയമായിട്ടുള്ള ആൾക്കാർ ഇടുന്ന റെക്കമെൻഡഡ് സൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, അമേരിക്കയിലെ ഒരു സ്കൂൾ എഡ്യൂക്കേഷന്റെ പ്രൊഫസർ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിനകത്ത് റെക്കമെൻഡേഷൻസ് ലിസ്റ്റ് ചെയ്തു. അത് നമുക്ക് സ്വീകരിക്കാതെ. അങ്ങനെ അല്ലാതെ ഒരു പിന്നെ വേറൊന്ന്, നമ്മളൊരു അല്പം രക്ഷകർത്താക്കൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണോ എന്നൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിനെ മെനക്കെടേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് പരിചയമുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരോട് ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് വലിയ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി സാധിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു ഗേറ്റ് വേ ടു സ്കൂൾ റിസോഴ്സസ്, സ്കൂളിലെ കുട്ടികൾക്കാണല്ലോ ഇത് കൂടുതൽ പ്രശ്നം, ഒരെണ്ണം ഉണ്ടാക്കാം. കുട്ടികൾ പോയി സെർച്ച് ചെയ്യുന്നതിന് പകരം അധ്യാപകരുടെ വലിയൊരു കൂട്ടം ഇരുന്ന് സെർച്ച് ചെയ്ത് ഓരോ ചെറിയ കീവേഡ്സിനും പറ്റിയ വിശ്വസനീയമായ പരിശോധിക്കപ്പെട്ട ലിങ്കുകൾ ചേർത്തൊരു പോർട്ടൽ പോലെ ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ കുട്ടികൾ സെർച്ച് ചെയ്ത് തന്നെത്താൻ എടുക്കേണ്ട കാര്യമില്ല. രക്ഷകർത്താക്കൾക്ക് ഈ പോർട്ടലിലേക്ക് കുട്ടിയെ വിടാം. അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം വിശ്വസനീയമാണെന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ സർക്കാരിന് ഇതിനകത്ത് ഇടപെടാനായിട്ട് സാധിക്കും. അടുത്തത് ജോബി അലേർട്ട് CPO ബേപ്പൂർ HSS. ക്വസ്റ്റ്യൻ സുധീർജിയോടാണ്. ജോബി ഓൺലൈൻ ഉണ്ടോ? കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഓക്കെ സാർ, എന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സൈബർ നയങ്ങൾ നിർമ്മിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം നിലവിൽ കാര്യപ്രാപ്തി നേടിയിട്ടുണ്ട്? അല്ല, ഇപ്പോഴത്തെ നിയമങ്ങൾ വളരെ ശക്തമായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതാണോ? അപ്പോൾ ഈ അടുത്ത് സൈബർ ഡാറ്റയെ പറ്റിയൊക്കെ നമ്മുടെ അടുത്ത കാലത്ത് വലിയ വിവാദങ്ങളൊക്കെ നടന്നു. അപ്പം പറഞ്ഞത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അമേരിക്കയാണെങ്കിൽ അവിടെ സൈബർ നിയമങ്ങൾ കൂടുതൽ ശക്തമാണ്. അതുകൊണ്ട് അവിടെയായിരിക്കും നമുക്ക് കോടതി കാര്യങ്ങൾ ഇടപാട് നടത്താൻ സൗകര്യം. അപ്പൊ നിലവിലെ ഇന്ത്യയുടെ ഈ സൈബർ നിയമങ്ങൾ കാര്യപ്രാപ്തി ഉള്ളതാണോ, അതോ നമ്മൾ ഇനി കൂടുതലായിട്ട് മെച്ചപ്പെടുത്തേണ്ടതായിട്ട് ആവശ്യമുണ്ടോ? രണ്ട് കാര്യങ്ങളാണുള്ളത് നിങ്ങളുടെ ചോദ്യത്തിൽ. അത് അങ്ങോട്ട് കൂടെ മിക്സ് ആയി. സൈബർ നിയമവും ഡേറ്റ സെക്യൂരിറ്റി രണ്ട് ആസ്പെക്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉണ്ടായ ഈ ചർച്ചയൊക്കെ ഡേറ്റ സെക്യൂരിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കൊരു സ്ട്രോങ് ഡേറ്റ സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് ഇപ്പോഴും ആയിട്ടില്ല. അപ്പൊ അമേരിക്കയിലെ ഹെൽത്ത് റിലേറ്റഡ് ഡേറ്റ ആണെങ്കിൽ ഹെപ്പ കംപ്ലയൻസ് വേണം. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ GDPR വേണം. അപ്പൊ അവിടെയൊക്കെ കൃത്യമായ ഡേറ്റ സെക്യൂരിറ്റി. അപ്പോൾ ഡേറ്റ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ അത് അയാളുടെ കൺസെന്റോട് കൂടി, അയാളുടെ സമ്മതത്തോടു കൂടി വേണം. അത് എങ്ങനെ വേണം സ്റ്റോർ ചെയ്യാൻ, ആ ഡേറ്റ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അത് ആർക്കൊക്കെ ആക്സസ് ഉണ്ട്, ഇതൊക്കെ വളരെ കൃത്യമായ ഗൈഡ് ലൈൻസ്. പിന്നെ അത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ഫിസിക്കൽ കൺട്രോൾ, ഫിസിക്കൽ ആക്സസ്, ഇതിലൊക്കെ ഇന്ത്യയിൽ നിയമം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഒരു നിയമമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം സൈബർ നിയമം. ഇന്ത്യയിലും ഞാൻ മനസ്സിലാക്കുന്നത് സൈബർ നിയമമൊക്കെ ഉണ്ട്. ഈ നിയമത്തിന്റെ നടപ്പിലാക്കലിലാണ് പ്രശ്നം. നമുക്ക് എല്ലാം ഇംപ്ലിമെന്റേഷൻ പ്രോബ്ലംസ് ആണ്. നമ്മൾ ലെജിസ്ലേഷനൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നടപ്പിൽ വരുത്തുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ കേസ് കുറച്ച് കഴിയുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ സൈബർ കേസുകൾ വളരെ ചില സമയത്ത് വളരെ ദുർബലമായിരിക്കും, അല്ലെങ്കിൽ കേസ് കൊടുത്തത് രാഷ്ട്രീയ പ്രേരിതമാവാം, മറ്റ് കാരണങ്ങൾ ഉണ്ടാവാം, അതിന്റെ ഫോളോ അപ്സ്. അപ്പോ സൈബർ കേസ് മാത്രമല്ല, ഇന്ത്യയിൽ ഒരു കേസ് നടത്തൽ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കോടതി പോയാലാണ് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരു ഇഫക്റ്റീവ് സൈബർ ലോ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലോ. പിന്നെ ഇതൊരു ഒരു ട്രാൻസ്ഫോമിംഗ് സ്പേസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അതിനനുസരിച്ച് നിയമങ്ങളും വരും. ഇപ്പൊ ഡേറ്റ സെക്യൂരിറ്റിയെ പറ്റി ഇന്ത്യയിൽ ചർച്ച തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അത് വരും. പക്ഷെ നമുക്ക് ഇംപ്ലിമെന്റേഷനിൽ, അതിന്റെ നടപ്പിലാക്കലിൽ, അതിന്റെ നീതി നിർവഹണത്തിൽ അപാകതകളുണ്ട്. തീർച്ചയായിട്ടും അപാകതകളുണ്ട്.
അത് ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. അത് സൈബർ നിയമത്തിൽ മാത്രമല്ല എല്ലാ നിയമത്തിലും ഉണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ പലപ്പോഴും അജ്ഞത കൊണ്ടാവും കേസ് ഉണ്ടാവുന്നത്. പലരും വളരെ വികാര വിക്ഷോഭത്തോടു കൂടി അവരുടെ കിടപ്പുമുറിയുടെ സ്വാതന്ത്ര്യത്തിലോ സുരക്ഷിതത്വത്തിലോ ഒക്കെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുന്ന പല കാര്യങ്ങളും നിയമപരമായി തെറ്റാണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ നിയമപ്രകാരം അറിവില്ലായ്മ ഒരു കാരണവുമല്ല. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമല്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അപ്പോ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. സൈബർ സംവിധാനങ്ങളും സൈബർ നിയമം നടപ്പിലാക്കലും ഒക്കെ വളരെയധികം കാര്യക്ഷമമാവേണ്ട ആവശ്യകത എന്തായാലും നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രയോറിറ്റി ആണോ അത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതിനേക്കാളും ഗൗരവമുള്ള മറ്റു പല പ്രയോറിറ്റീസും നമ്മുടെ ഗവൺമെന്റുകളുടെ മുന്നിലുണ്ട്. പക്ഷെ ഇത് കുട്ടികളൊക്കെ ഈ സൈബർ ലോകത്തേക്ക് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വളരെ ശക്തമായ ഗൈഡ് ലൈൻസ് ഇല്ല എങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. അത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പറയുന്നു. ഓക്കെ, നമ്മള് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ സമയമില്ലാത്ത കാരണം ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എടുക്കാനുള്ള സമയമുള്ളൂ. ഡോക്ടർ കിരണിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ബൈ ഏഞ്ചൽ മരിയ പോൾ, SAHS മുണ്ടക്കയം ഇടുക്കി. ഏഞ്ചൽ ഉണ്ടോ ലൈനില്? Angel? Sir, yes. Can I ask? Yeah. Yes, can I ask, sir? Angel ചോദിക്കാം. The attention span of youngsters is very less. This suits the pattern in which they use the internet. What is your suggestion to bring a change about this? Question, Dr. Kiran. Okay. ഈ അറ്റൻഷൻ സ്പാൻ നമ്മൾ ഓൾറെഡി അത് രസകരമായ ഒരു കാര്യമാണ്. അതായത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതുപോലെയാണ്. അതായത് ഇന്റർനെറ്റ് കൊണ്ടുള്ള ദോഷം അറ്റൻഷൻ സ്പാൻ കുറവുകൊണ്ട് ഉണ്ടാകുന്നതാണോ അതോ അറ്റൻഷൻ സ്പാൻ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു പോകുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന സമയമാണ്. അതിന്റെ ഓൾറെഡി അതിന്റെ ഒരു ആൻസറും ഡീറ്റെയിലും തന്നെ ഞാൻ ഇടയ്ക്ക് തന്നെ പറഞ്ഞു. ആ മൈൻഡ്ഫുൾനെസ് എക്സസൈസസ് എന്ന് പറയുന്നതും ബ്രേക്ക് എടുക്കുന്നതുമായ പ്രോസസ്സ്. അതായത് ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് നെറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ബ്രെയിനിന് അതുകൊണ്ടുള്ള ദോഷങ്ങൾ പെർമനന്റ് രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും നെറ്റ് കൊണ്ട് കാര്യമായ ഒരു ദോഷാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുള്ളൂ. സോ അതിനു മുമ്പേ തന്നെ നിങ്ങൾ അതിന്റെ ഉപയോഗം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അറ്റൻഷൻ സ്പാൻ കുറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ കൂടുന്നു, നിങ്ങളുടെ ഫോക്കസ് കുറയുന്നു എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് നിങ്ങൾ എത്തില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രേക്കുകൾ എടുക്കാം, മൈൻഡ് യൂസ് ചെയ്യാം, പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് മാത്രം ഫോക്കസ് ചെയ്ത് മൾട്ടി ടാസ്ക് ചെയ്യാതെ, ഒരുപാട് വിൻഡോസും ബ്രൗസേഴ്സും ഓപ്പൺ ചെയ്തിടാതെ, ഒരുപാട് ടാസ്കുകൾ ഒന്നിച്ചു തീർക്കാൻ ശ്രമിക്കാതെ ചെയ്യുന്ന സാധനം മാത്രം കുറച്ച് മനസ്സ് നിറഞ്ഞിരുന്ന് ചെയ്യുന്ന രീതിയിൽ നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഷൻ സ്പാനിൽ ഡിഫിക്കൽറ്റി വരില്ല. പക്ഷേ വേറൊരു രസകരമായ കാര്യം നിങ്ങൾ അറിയാനുള്ളത്, അറ്റൻഷൻ സ്പാൻ ഉള്ള കുട്ടികൾ, അതായത് ADHD എന്ന് പറയുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു രോഗാവസ്ഥ ഉള്ള കുട്ടികളുടെ ഇടയിൽ ഈ ഇന്റർനെറ്റ് യൂസ് കൊണ്ടുള്ള ഇന്റർനെറ്റ് യൂസ് ഡിസോർഡർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഇന്റർനെറ്റ് ഉപയോഗം വളരെ തീവ്രവും വളരെ എന്താ പറയുക എക്സ്ട്രീം ആയിട്ടുള്ള ആപ്സും കാര്യങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്ത് അത് അഡിക്ഷനിലേക്കും യൂസിലേക്കും പോകും. സോ അത്തരം കുട്ടികളിലാണ് അല്ലെങ്കിൽ അത്തരം പ്രോബ്ലംസ് കൊണ്ടാണ് ഈ കുട്ടികളുടെ യൂസ് ഡിസോർഡർ എങ്കിൽ ആ ADHD എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ അറ്റൻഷൻ കുറവാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക്, അതൊരു രോഗമാണെങ്കിൽ അങ്ങനെ, അല്ല ചെറിയൊരു പേഴ്സണാലിറ്റി ആണെങ്കിൽ അങ്ങനെ, അതിന് കറക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ്, സൈക്കോതെറാപ്പി ഒക്കെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സൈക്കോസോഷ്യൽ എക്സസൈസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, യോഗ, മെഡിറ്റേഷൻ, കാർഡിയോ എക്സസൈസസ് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കണം. അതൊരു ലോങ് ടേം പ്രോസസ് ആണ്. പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങുന്ന ഒരു ലോങ് ടേം പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ സെഷന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇറ്റ് വാസ് ആൻ എക്സലന്റ് വണ്ടർഫുൾ സെഷൻ. നമ്മുടെ 3 സ്പീക്കേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും വന്ന ക്വസ്റ്റ്യൻസ്, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ FB-യിൽ ഈ പോസ്റ്റ് ഉണ്ടാവും. ഈ വീഡിയോ അവൈലബിൾ ആയിരിക്കും. FB-യിൽ നിങ്ങൾക്ക് അതിന്റെ താഴെ ക്വസ്റ്റ്യൻസ് ഇടാം. നമ്മൾ ഈ എക്സ്പേർട്സിനോട് തിരിച്ചു പോയിട്ട് അവരുടെ ആൻസേഴ്സ് നമ്മൾ എടുത്തിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും, ഇനിയുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഇത് കേട്ടിൽ നിന്നുള്ള സംശയങ്ങളും ക്വസ്റ്റ്യൻസും FB-യിൽ ഇടാവുന്നതാണ്.
അപ്പൊ നമ്മുടെ ഒരു ടൈം ഇത് സമയം അവസാനിക്കുന്നതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഡോക്ടർ അച്യുത് ശങ്കർ, സുധീർ മോഹൻ ആൻഡ് ഡോക്ടർ കിരൺ for the excellent session that you have given to MPT. Thanks a lot, sirs. Over to you, Saif. ഓക്കെ, താങ്ക് യു സോ മച്ച്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നിരവധി ആളുകൾ പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇവിടെ സൂമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതെല്ലാം എടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉള്ള ആളുകൾ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ കമന്റ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഈ നമ്പർ ഞാനൊന്ന് അനൗൺസ് ചെയ്യാം. 9539258000 95392580. ഈ നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ടും അയക്കാം. കാരണം ചിലർ ഫേസ്ബുക്ക് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മള് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി, അതുപോലെ തന്നെ പോസിബിലിറ്റീസ്, സാധ്യതകൾ, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഇത് രണ്ടും ഇൻസ്പയർ ചെയ്യാനും അന്വേഷിക്കാനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് മിഷൻ ബെറ്റർ ടുമോറോ ഇത് തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും 7 മണിക്ക് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത പിന്നെ വെള്ളിയാഴ്ച നമ്മൾ 7 മണിക്ക് 26-ാം തീയതി ഡിസ്കസ് ചെയ്യുന്നത് പോസിറ്റീവ് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഒരുപാട് ഇപ്പൊ പോലീസിന്റെ റിപ്പോർട്ടൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കോവിഡ് പ്രതിസന്ധിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്, അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, മുതിർന്ന ആളുകൾ ഒക്കെ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പിന്നെ അടുത്ത 26-ന് 7 മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി സ്പീക്കേഴ്സിന് ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിന് വളരെ ആക്റ്റീവായിട്ട് അവർ പങ്കെടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. സോ അത് നമ്മൾ കഴിയുന്നത്ര തിരിച്ച് വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയും ഇമെയിൽ വഴിയും ഒക്കെ നമ്മൾ തിരിച്ച് വരാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ? Thank you all. Okay, thank you.